ഓക്കെ. പകുതിന്ന് കുറച്ചുള്ള ആൾക്കാർ ആ സൈഡിലോട്ട് പോയിരിക്കുമോ? കുറച്ച് പേര് ആ ലാസ്റ്റിലിരിക്കുന്ന കുറച്ച് പേര് ഈ സൈഡിലോട്ട് വന്നിരിക്കുമോ? ഇവിടെ ഉണ്ട്, അപ്പുറത്ത് മതി. അപ്പുറത്തെ ഭാഗത്ത് ഇരിക്കുമോ? ആ, ആർക്കാണോ ഇരിക്കാൻ തോന്നുന്നത് അവർക്ക് പോവാം. ഓൺലൈൻ എന്റെ വോയിസ് ക്ലിയർ ആണോ? യെസ് സർ. എന്നാൽ ഇങ്ങനെ കൂടിയിരിക്കുമ്പോൾ എനിക്ക് എന്റിലോട്ട് പോകുന്ന ആരൊക്കെ ഉണ്ടെന്ന് മനസ്സിലാവുന്നില്ല ഇരുന്നിട്ട്, അതുകൊണ്ടാണ്. എല്ലാവരും ഈ ബാച്ചിലെ ആൾക്കാർ തന്നെയാണോ? ഉം? ആരൊക്കെ പുതുതായിട്ട് വന്ന ആൾക്കാരൊക്കെ ആരാ? ഒന്ന്, കുറെ പേരുണ്ടല്ലോ. എത്ര പേർ? ഇവിടെ രണ്ടുപേരെ അറിയാം, ആളെ അറിയാം. ഇവിടെ ആരെയും അറിയില്ല. അവിടെ മൂന്ന് പേരെ അറിയാം, ഒരാളിനെ അറിയാം. ഓക്കെ. എവിടെ പോയായിരുന്നു ഇത്രയും കാലം? മാവലിയുടെ കൂടെ അങ്ങ് പോയോ? മാവലിയുടെ കൂടെ തിരിച്ചു പോയിട്ട് ഇപ്പം വരുന്നതാണോ? അതിന് മുമ്പേ പോയോ? ഓക്കെ, ഞാൻ വിചാരിച്ചു കുറെ പേര് എപ്പോഴും ഓണൊക്കെ കഴിഞ്ഞാൽ എന്തെന്നറിയോ, മാവേലി പോകുമ്പോൾ മാവേലിന്റെ കൂടെ കുറെ പേര് പോകും. ക്രിസ്മസ് ആകുമ്പോൾ ക്രിസ്മസ് അപ്പൂപ്പൻ പോകുമ്പോൾ ക്രിസ്മസ് അപ്പൂപ്പന്റെ കൂടെ കുറെ പേര് പോകും. പിന്നെ ഇവരൊന്നും തിരിച്ചു കാണാറില്ല. അതുകൊണ്ട് ചോദിച്ചതാണല്ലോ. എല്ലാവരും ഓൺലൈനിൽ ഉണ്ടായിരുന്നോ? ഉം? എല്ലാവരും ഉണ്ടായിരുന്നോ? ഓൺലൈനിൽ ഉണ്ടായിരുന്നു ഇത്രയും കാലം? പേരെന്താ? നിഖിൽ ഉണ്ടായിരുന്നു. അക്ഷയ്, സന്ധ്യ. ഓക്കെ. ഇയാളുടെ പേരെന്ത്? ആൽവിൻ, അനന്ത്. ഇയാളുടെ പേരെന്ത്? വർക്കിംഗ് ആയിട്ടുള്ള ആളാ? ഇനിയോ ഓഫ്ലൈനിൽ ആൾക്കാർ വരാനുണ്ടോ? ഇതോടുകൂടെ കംപ്ലീറ്റ് ആയോ? ഇനിയും വരാനുണ്ടോ? ഇനി എത്ര കാലം ഉണ്ടോ ഓഫ്ലൈനിൽ ഇത്രയും പേര്? ഏതാ? എപ്പോഴാ? ഇന്നോ? അതുകൊണ്ട് എല്ലാവരും വന്നതാണോ? അപ്പൊ നാളെ നാളെ മുതലോ ഉണ്ടാവോ? എല്ലാ ദിവസവും ഉണ്ടോ ഇനി? ഉറപ്പാണോ? നിങ്ങൾ അങ്ങോട്ട് എല്ലാ ദിവസവും ഇത്രയും പേര് എല്ലാവരും ക്ലാസ്സിലുണ്ടാവോ? ഞാനുണ്ടാവും ഡെയിലി വരുന്നത്. ഓക്കെ. ബാക്കിയുള്ളവരോ? എവിടെ സ്ഥലം എവിടെയാ? ഇയാള് തൃശ്ശൂര്? എവിടെ? ഏ? ഓക്കെ. എത്ര ദൂരം ഉണ്ടോ? ഒരു സൈഡ് 20 കിലോമീറ്റർ ഉണ്ടോ? ഓക്കെ. ഇയാളോ? എവിടെ? കുമ്പളം. എവിടെ? എവിടെ? ഓക്കെ. ഇയാള് എറണാകുളം തന്നെയല്ലേ? എറണാകുളം തന്നെയല്ലേ? ഓക്കെ. ഇവിടെ അടുത്തുള്ള ആൾക്കാർക്ക് വരാൻ ബുദ്ധിമുട്ടല്ലേ ആക്ച്വലി? അല്ല, ഇയാള് വർക്കിംഗ് അറിയാം, ബാക്കിയുള്ളവരെ ചോദിച്ചേ. ഇയാള് ഇവിടെ അടുത്തല്ലേ? എവിടെ സ്ഥലം എവിടെ? തൃപ്പൂണിത്തറ. ഓക്കെ. ഞാൻ ഓഫ്ലൈൻകാരോട് എപ്പോഴും ഓഫ്ലൈൻ വരാനേ സജസ്റ്റ് ചെയ്യും. അതിന് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നിങ്ങൾ ഓഫ്ലൈൻ എടുത്തിട്ട് ഓൺലൈനിൽ ഇരിക്കുമ്പോൾ ഓൺലൈനിലുള്ളവരുടെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതെനിക്ക് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യണം. ഓഫ്ലൈനിൽ കറക്റ്റ് വരുന്നതിന് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അവരെ പെട്ടെന്ന് എന്താണ് ഇഷ്യൂ എന്ന് കണ്ടുപിടിച്ചത് സോൾവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട്. ഇപ്പൊ രണ്ടുപേർക്കും കറക്റ്റ് ടൈം അവിടെ കൊടുക്കാൻ പറ്റും. മാക്സിമം ഓഫ്ലൈനിൽ വരുന്നവർ എപ്പോഴും ഓഫ്ലൈൻ തന്നെ അറ്റൻഡ് ചെയ്യാം കേട്ടോ. എന്നാലും മഴയെല്ലാം കഴിഞ്ഞല്ലോ. ഇനി അങ്ങനത്തെ ഇഷ്യൂ ഒന്നും വരാനില്ലല്ലോ. ഇതുവരെ അതായിരുന്നു എല്ലാവരുടെയും കോമൺ ഇഷ്യൂസ്. മഴ, വെള്ളം കയറുക, ഫ്ലഡ്, അങ്ങനെ പലത് വരുന്നു. അതൊക്കെ കഴിഞ്ഞു. ഇനി നോർമൽ സിറ്റുവേഷനിലായി. എന്ത് ചെയ്യാം? പ്രോപ്പർ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യാം കേട്ടോ. ഓക്കെ. ഇയാൾക്കൊന്നും വർക്കില്ലേ? എക്സാം ആയതുകൊണ്ട് ലീവ് ആക്കിയതാണോ? ഓക്കെ. മെഷീൻ ലേണിംഗ് എന്ത് എക്സാം? മെഷീൻ ടെസ്റ്റ് ആണോ അല്ല തിയറി ആണോ? എന്താ? രണ്ടും ഉണ്ട്. പഠിച്ചു കഴിഞ്ഞല്ലോ. ഏതൊക്കെ അൽഗോരിതംസ് ഉണ്ട്? എല്ലാ അൽഗോരിതം ഉണ്ടോ? ഉം? ഏത് സൂപ്പർവൈസറും അൺസൂപ്പർവൈസറും ഉണ്ടോ? സൂപ്പർവൈസർ മാത്രം. ഏതൊക്കെ അൽഗോരിതംസാ? കെ എൻ എനും എസ് വി എമ്മും നേവി ബേസും റിക്കറേഷൻ ഏതൊക്കെയാ? പോളിനോമിയലും
എന്താ എന്റെ പഠിച്ചു കഴിഞ്ഞല്ലോ? എല്ലാം പഠിച്ചു കഴിഞ്ഞോ? നിങ്ങൾ പഠിക്കുമ്പോഴില്ലേ, എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കരുത്, ഇന്റർവ്യൂ ഓറിയന്റഡ് ആയിട്ട് പഠിക്കുക കേട്ടോ. രണ്ടിലും പഠിക്കുന്നതിന് ഡിഫറൻസ് ഉണ്ട്. ഞാൻ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇന്റർവ്യൂ എടുക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം അതായിരുന്നു. ചോദിക്കുമ്പോൾ അവരുടെ നാവിന്റെ തുമ്പത്ത് ആൻസർ ഉണ്ടാവും, പക്ഷെ എന്ത് വരില്ല, അത് പുറത്തു വരില്ല. അത് പുറത്തു വരണം, എന്ത് കൊടുക്കണം? ഒരു പേപ്പറും പെന്നും കൊടുത്താൽ ആൻസർ അടിപൊളിയായിട്ട് പുറത്തു വരും. ഉം. പക്ഷെ എന്ത് ചെയ്യില്ല, വാ കൊണ്ടത് പുറത്തു വരില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യണമെങ്കിൽ എന്തുകൊണ്ട് തന്നെ സംസാരിക്കണം? സംസാരിച്ചാൽ മാത്രമേ ക്രാക്ക് ചെയ്യാനും പറ്റൂ. അത് സംസാരിക്കുമ്പോൾ എങ്ങനെ സംസാരിക്കണം? വളരെ പ്രിസൈസ് ആയിട്ട് സംസാരിക്കണം. ബ്ലാ 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 സംസാരിച്ചാൽ ഇന്റർവ്യൂ ക്രാക്ക് ആവില്ല. കറക്റ്റ് ആൻസർ കറക്റ്റ് ടൈമിന് കൊടുത്താൽ മാത്രമേ ചെയ്യും. നിങ്ങൾ ഒറ്റ കാര്യം നോക്കിയാൽ മതി. വൺ വേർഡ് ജയിക്കാനാണ് എളുപ്പം, അല്ല 15 മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ എസ് എ ടൈപ്പ് ജയിക്കാനാണ് എളുപ്പം? എസ് എ ആയിരിക്കും കുറച്ചുകൂടെ ഈസി അല്ലേ? പാസ് ആവാൻ കുറച്ചുകൂടെ ബെറ്റർ എസ് എ ആണ്. എന്ത് ചെയ്യാം? നിങ്ങൾക്ക് വലിച്ചു നീട്ടി എന്തൊക്കെ എഴുതി അത് കാണുന്ന ആൾക്ക് എന്ത് തോന്നും? ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, ഒരു കുറച്ച് മാർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് കൊടുക്കുക. ചിലപ്പോൾ അതിലൊന്നും ഉണ്ടാവണമെന്നൊന്നുമില്ല. വൺ വേർഡിന് എന്താ, അതിന് ഒരു മാർക്കേ കിട്ടൂ. അര മുക്കാൽ എന്നുള്ള കൺസെപ്റ്റ് ഒന്നുമില്ല. ശരിയാണെങ്കിൽ 1, തെറ്റാണെങ്കിൽ 0. അതുപോലെയാണ് ഇന്റർവ്യൂ. പ്രിസൈസ് ആൻസറിന് മാത്രമേ വാലിഡ് ഉള്ളൂ, ഇല്ലെങ്കിൽ അവിടെ വാലിഡ് അല്ല. ഇങ്ങനെ എത്ര മണിക്കൂർ ഇരുന്ന് സംസാരിച്ചാലും അവർക്ക് വാലിഡ് ആയിട്ടുള്ള കാര്യം കിട്ടിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കും? നിങ്ങൾ ഇന്റർവ്യൂവിൽ ഫെയിൽ ആയിരിക്കും. ഞാൻ കാണാറുണ്ട്, ഓരോ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റ് ഒക്കെ ഇരുന്ന് സംസാരിക്കുന്നുണ്ടാവും. ഞാൻ അതുപോലെ വെയിറ്റും ചെയ്യും, സംസാരിക്കട്ടെ എന്ന് ചോദിച്ചിട്ട്. എന്തൊക്കെയോ ആയിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. അത് കണക്ട് ചെയ്ത അത് അപ്പൊ അതിന്റെ സൈഡിലൂടെ ഒക്കെ പോവും, പക്ഷെ കറക്റ്റ് പോയിന്റിലാണെത്തില്ല. പക്ഷെ വളരെ കുറച്ച് പേരുണ്ട്, ഒരു ക്വസ്റ്റിന് അതിന് വേണ്ട കാര്യങ്ങൾ മാത്രം പറയും. ഓക്കെ, കംപ്ലീറ്റ്. അപ്പോൾ അതുപോലുള്ള ആൻസേഴ്സ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കുക. നിങ്ങൾ 15 മാർക്കിന്റെ അല്ലെങ്കിൽ 10 മാർക്കിന്റെ എസ് എഴുതാനല്ല പോകുന്നത്, ഒരു വൺ വേർഡ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന രീതിയിൽ കാര്യങ്ങൾ പഠിക്കുക. പിന്നെ അടുത്തൊരു കാര്യമുണ്ട്, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കയറ് അവരുടെ കയ്യിലോട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും. ആ കയറിന്റെ അറ്റത്തൊരു കുരുക്ക് കൂടി ഉണ്ടാവും. അവരതിൽ പിടിച്ചൊരു കയറ്റം കയറും, പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും. പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾ തന്നെ എന്ത് ചെയ്യും? ഓരോ കീവേഡ് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. ചെറിയ ക്വസ്റ്റ്യൻ ആയിരിക്കും അവർ ചോദിക്കുന്നുണ്ടാവുക. നിങ്ങൾ അതിന് അനാവശ്യമായിട്ട് ഒരുപാട് ടെക്നിക്കൽ ടേം അങ്ങ് പറയും. അവരെന്ത് ചെയ്യും? ആ ടെക്നിക്കൽ ടേമിൽ ഓരോന്നിനും അങ്ങ് കയറി ഒരു പിടുത്തങ്ങ് പിടിക്കും. പിന്നെ നിങ്ങൾക്ക് മുമ്പോട്ട് സർവൈവ് ചെയ്യൽ വളരെ ബുദ്ധിമുട്ടായി. അതുകൊണ്ട് ആൻസർ ഒക്കെ ജസ്റ്റ് എന്ത് ചെയ്യും, ഒന്ന് എവിടെയെങ്കിലും പറഞ്ഞ് പ്രാക്ടീസ് ആയിട്ടൊക്കെ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ എക്സാമിൻസിനൊക്കെ പോവാട്ടോ. അല്ലാതെ ഇതുവരെ പഠിച്ച രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഒട്ടുമിക്ക ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ അതാണ്. അവർക്ക് എങ്ങനെ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യണമെന്ന് അറിയില്ല. പഠിക്കുന്നൊക്കെ ഉണ്ടാവും, എന്ത് ചോദിച്ചാൽ ആൻസർ അറിയാം, പക്ഷെ അവിടെ വേറൊരാളുടെ മുമ്പിൽ പോയിരിക്കുന്ന സമയത്ത് അവർ മൊത്തം ബ്ലാങ്ക് ആവും, ആൻസർ പറയാൻ പറ്റില്ല. ഓരോ ആൾക്കാരൊക്കെ വന്നിരിക്കുമ്പോൾ കാണാൻ പറ്റും, എന്തായിരിക്കും, മുഖമൊക്കെ ഇങ്ങനെ വരച്ച്, അതിന്റെ കവിളും ചുണ്ടൊക്കെ ഇങ്ങനെ, ചുണ്ടല്ല, മൂക്കൊക്കെ ഇങ്ങനെ ചുവന്നിങ്ങനെ ഇതായി, കണ്ണിലൊക്കെ ഇങ്ങനെ വെള്ളം വന്നിങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. ഒരു നല്ല രീതിയിലൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കരയാവുന്ന രീതി. ഒരുപാട് പേര് അങ്ങനെ കണ്ടിട്ടുണ്ട്. ഒരു കാലത്ത് ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു, അല്ലാതൊന്നും പറയുന്നില്ല. അപ്പൊ അതൊക്കെ മാറ്റിയാൽ മാത്രമേ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റൂ. പിന്നെ ഇന്നത്തെ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം പഠിച്ചിട്ട് ഒരു കാര്യമില്ല. എല്ലാവരും അതിനു വേണ്ടിയിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാവും, ഇന്നത്തെ പരീക്ഷ പാസ്സാവാൻ വേണ്ടിയിട്ട് മാത്രം. ഇന്നത്തെ പരീക്ഷ പാസ്സായിട്ട് വല്ല കാര്യമുണ്ടോ? എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഉം. ഇനി വരാൻ പോകുന്ന ഒരുപാട് ഇന്റർവ്യൂസ് ഉണ്ട്, അത് ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചാൽ മാത്രമേ അതിനെ കൊണ്ട് വാല്യൂ ഉള്ളൂ. കാരണം ഇന്നത്തെ പരീക്ഷ ജയിക്കാൻ വേണ്ടി മാത്രം ക്ലാസ്സിൽ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ക്ലാസ് ഒഴിവാക്കിയത് കൊണ്ടോ ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ പഠിച്ചൊരു ലോങ് ടേമിലോട്ടാണെങ്കിൽ നിങ്ങൾക്ക് അത് അഡ്വാൻറ്റേജ് ഉണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി പഠിച്ച എന്തിനാണോ അതുപോലെ ഒരു ക്വസ്റ്റ്യൻ, ഡാറ്റാ സയൻസ് പഠിച്ചിട്ട് നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കും, ഞാൻ എന്തിനാ ഇത് പഠിച്ചെന്നുള്ളത്. അല്ല, ഡിഗ്രി പഠിച്ച എല്ലാവരും ഒരു ക്വസ്റ്റ്യൻ ഇല്ല, ഞാൻ എന്തിനാ ഇതൊക്കെ പഠിച്ചെന്നുള്ളത്. എന്തുകൊണ്ടാ? നിങ്ങൾ പഠിച്ചത് ലോങ് ടേമിലോട്ടൊക്കെ അല്ല, എന്തിനാ? ഷോർട്ട് ടേം. ജസ്റ്റ് എക്സാം പാസ്സാവണം, സർട്ടിഫിക്കറ്റ് കിട്ടണം, വേറെ ഒന്നുമല്ല നിങ്ങളുടെ ആവശ്യം. എന്നിട്ട് എന്ത് ചെയ്യണം? ഓ, സമാധാനം, എല്ലാം തീർന്നു. ഇനി ഇന്ന് എക്സാം കഴിഞ്ഞാൽ അതായിരിക്കില്ല മനസ്സിലൊരു ആശ്വാസം, കംപ്ലീറ്റ് ആയി, സമാധാനം. ഉം. ഈ 2 ദിവസങ്ങൾ ഇട്ട എഫേർട്ട് ഇനി കണ്ടിന്യൂസ് നിങ്ങൾ ഇട്ട് നോക്കിക്കോ, നിങ്ങളുടെ ലൈഫിൽ വലിയൊരു ചേഞ്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. എക്സാം എപ്പോഴാ പറഞ്ഞത്? ഇന്നലെയാണോ? എത്രേ? കഴിഞ്ഞ ആഴ്ച. എപ്പോഴാ പഠിക്കാൻ തുടങ്ങി? എപ്പോഴാ പഠിക്കാൻ തുടങ്ങി? സത്യം പറ, ജെന്യുവൻ ആൻസർ, എപ്പോഴാ പഠിക്കാൻ തുടങ്ങി?
ജനുവനായിട്ട് പറ എപ്പോഴാ പഠിച്ചത്? ഇന്നലെ, അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് 2 days. ഈ 2 ദിവസത്തെ എഫേർട്ട് മുമ്പേ പഠിച്ചില്ലെങ്കിൽ ഈ 2 ദിവസത്തെ എഫേർട്ട് ഇടേണ്ട ആവശ്യമുണ്ടോ? വല്ല ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല അല്ലേ? അത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഓരോ ദിവസവും ഒരു 10-15 മിനിറ്റ് വെച്ച് പഠിച്ചിരുന്നെങ്കിൽ ഇന്നലെ ഞങ്ങൾക്ക് ഒരു ടെൻഷൻ കൂടാതെ നല്ല സുഖസുന്ദരമായിട്ട് എന്തൊക്കെ ചെയ്യാനുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് മുമ്പോട്ട് പോകായിരുന്നു. ഇന്നലെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവില്ലേ? ഇൻസ്റ്റാഗ്രാം നോക്കേണ്ട ടൈമിംഗ് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവും. എവിടെയെങ്കിലും ഫുഡ് കഴിക്കാൻ പോകേണ്ട ടൈം സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവും. ഫ്രണ്ട്സ് ആരെങ്കിലും കറങ്ങാൻ പോകുന്നുണ്ടെങ്കിൽ അത് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവും. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്നലെ ഇതൊന്നും നിങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നോ? ഇല്ല. നിങ്ങൾക്കെല്ലാം ഈസി ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകായിരുന്നു. ചിലപ്പോൾ നിങ്ങൾ വേറൊരു സെഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതുപോലും ഇന്നലെ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവും. എന്തിനു വേണ്ടിയിട്ട്? എക്സാമിന് വേണ്ടിയിട്ട്. അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ എല്ലാ ദിവസവും ഒരു 10-15 അല്ലെങ്കിൽ മാക്സിമം ഒരു അരമണിക്കൂർ ഇൻവെസ്റ്റ് ചെയ്താൽ അതിന്റെ ലോങ് ടേം അഡ്വാൻറ്റേജ് വളരെ വലുതായിരിക്കും. നിങ്ങൾ ഷെയർസിലൊക്കെ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവർക്കത് മനസ്സിലാവും എന്താണ് ഷോർട്ട് ടേം, എന്താണ് ലോങ് ടേം എന്നുള്ളത്. അപ്പൊ ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് മുമ്പോട്ട് പോകാട്ടോ. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ് ഇവിടെ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ഓൺലൈൻ എന്റെ വോയിസ് ക്ലിയർ ആണോ? എന്തെങ്കിലും ബ്രേക്ക് വരുന്നുണ്ടോ? എന്തെങ്കിലും രീതിയിൽ ബ്രേക്ക് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യണം കേട്ടോ. ഇവിടെ ചെറിയ പവർ ഇഷ്യൂസ് ഉണ്ട്. നെറ്റ്വർക്കിന് വരുന്നുണ്ടെങ്കിൽ എന്റെ വോയിസും ബ്രേക്ക് ആവും. ഓക്കെ, ലാസ്റ്റ് ക്ലാസ് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? സ്പ്ലിറ്റ് പോണോ? എത്ര മെത്തേഡ് ചെയ്യാൻ പറ്റും? 7 മെത്തേഡ്. എല്ലാം നോക്കിയോ? നോക്കിയിട്ടുണ്ട് എല്ലാ മെത്തേഡും. ഞാൻ ഒരു മെത്തേഡ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി 6 മെത്തേഡ് ഉണ്ടായിരുന്നില്ല. പ്രമാണിച്ചിട്ട് നോക്കിയിട്ടില്ലേ? നോക്കിയിട്ടുണ്ടോ ഇല്ലയോ? എത്ര പേര് നോക്കിയിട്ടുണ്ട്? എത്ര പേര് നോക്കിയിട്ടുണ്ട്? 3 പേര്. ബാക്കി ആരും നോക്കിയിട്ടില്ല. എന്തുകൊണ്ട് നോക്കിയില്ല? റീസൺ ഉണ്ടല്ലോ അല്ലേ? എന്താണ്? എക്സാം അല്ലേ? ഞാൻ പ്രതീക്ഷിച്ചു. ഓക്കെ, അപ്പോ ഇനി നാളെ വരുമ്പോഴേക്കും അറ്റ്ലീസ്റ്റ് നോക്കിയിട്ട് വരും കേട്ടോ. എക്സാം ഇന്ന് കഴിയും, നാളെ വരുമ്പോഴേക്കും നോക്കിയിട്ട് വരും. ഓക്കെ, ഇന്നത്തേക്ക് ഞാൻ വേറൊരു കാര്യം കൂടെ നോക്കാൻ പറഞ്ഞായിരുന്നു. അതും നോക്കിയിട്ടുണ്ടാവില്ല. എന്താ? ജോയിൻസ് നോക്കിയിട്ടുണ്ടോ? എത്ര ജോയിൻസ് ആയിരുന്നു പഠിച്ചത്? 4. ഏതൊക്കെയാ? ഇന്നർ, ഔട്ടർ, ലെഫ്റ്റ്, റൈറ്റ്, പിന്നെ ഫുൾ ഔട്ടർ. അതിൽ ലെഫ്റ്റ് ജോയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ലെഫ്റ്റ് ടേബിളില് എല്ലാം എല്ലാം ലെഫ്റ്റ് ടേബിളില് എല്ലാം മീൻസ് ഞാൻ ചോദിക്കുന്നത് ലെഫ്റ്റ് ടേബിളിലെ എല്ലാം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ചോദിച്ചത്. എല്ലാം മീൻസ് എല്ലാ റോസും ആണോ, എല്ലാ കോളംസും ആണോ, അല്ലെങ്കിൽ എല്ലാ ടേബിൾസും, സോറി എൻറ്റയർ ടേബിൾ ആണോ, കോളംസ് ആണോ? 3 ഓപ്ഷൻസ് തരാം. ലെഫ്റ്റ് ടേബിളില് റോസ് ആണോ, കോളംസ് ആണോ, ഇനി എൻറ്റയർ ടേബിൾ ആണോ? നിങ്ങൾ ഇവിടെ ഒന്നും നോക്കണ്ട, ഇവിടെ ഒന്നുമില്ല. ഇവിടെ ഒന്നുമില്ല. പിന്നെ വെറുതെ ഓപ്പൺ ചെയ്ത് വെച്ച് നിങ്ങൾ ഇവിടെ ഫോക്കസ് ചെയ്തതാണ്. ലെഫ്റ്റ് ടേബിളിൽ ഫുൾ ഡാറ്റ ഉണ്ടാവോ? എന്താ റിട്ടേൺ ചെയ്യാം? ജോയിൻ ചെയ്യണം എന്നുള്ള കൺസെപ്റ്റ് എങ്ങനെയാ വന്നിരിക്കുന്നത്? ജോയിൻ ചെയ്യേണ്ട കൺസെപ്റ്റ് എങ്ങനെയാ ഡെവലപ്പ് ആയിരിക്കുന്നത്? 2 ടേബിൾ ഉണ്ടാവണല്ലേ? ആ 2 ടേബിൾ എന്തായിരിക്കണം? റിലേറ്റഡ് ആയിരിക്കുന്ന ടേബിൾ ആയിരിക്കണം. റിലേറ്റഡ് ആയിരിക്കുന്ന ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? പ്രൈമറിക്ക് അല്ലെങ്കിൽ ഫോറിൻ കീ ഉണ്ടാവണം. ഇല്ലെങ്കിൽ 2 ടേബിളിലും മാച്ചിങ് കോളംസ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് കൺസെപ്റ്റിലോട്ട് മൂവ് ചെയ്യാൻ പറ്റൂ? ജോയിൻസ് എന്ന കൺസെപ്റ്റിലോട്ട് പോകാൻ പറ്റും. എന്തിനാണ് ജോയിൻസ് യൂസ് ചെയ്യുന്നത്? ഒരു ടേബിളിലോട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മറ്റൊരു ടേബിളിൽ നിന്ന് വാല്യൂസിനെ കോൾ ചെയ്യുക അല്ലെങ്കിൽ ഫെച്ച് ചെയ്യുക. അതിനാണ് ആരെ യൂസ് ചെയ്യുക? ജോയിൻ എന്ന് പറഞ്ഞ ടെക്നിക്ക് തന്നെ കോൾ ചെയ്തിരിക്കുന്നത്. അത് 2 ടേബിൾ ഉണ്ടാവും. ഒരു ടേബിളിലോട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന മറ്റൊരു ടേബിളിൽ നിന്ന് എന്ത് ചെയ്യണം? വാല്യൂസിനെ കോൾ ചെയ്യണം. ആ റിലേറ്റഡ് എന്നുള്ള ടേം അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതില്ലെങ്കിൽ ചെയ്യാൻ പറ്റുമോ? 2 ടേബിളും മാച്ചിങ് കോളംസ് ഇല്ല, ജോയിൻസ് യൂസ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പോസിബിൾ അല്ല. അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന 4 ടെക്നിക്കാണ് ലെഫ്റ്റ്, റൈറ്റ്,
ഇന്നർ, ഫുൾ ഔട്ടർ. ലെഫ്റ്റിന്റെ മറ്റൊരു പേരാണ് ലെഫ്റ്റ് ഔട്ടർ, അതുപോലെ റൈറ്റിന്റെ മറ്റൊരു പേരാണ് റൈറ്റ് ഔട്ടർ, ഔട്ടറിന്റെ മറ്റൊരു പേരാണ് ഫുൾ ഔട്ടർ. ഇന്നറിന് ഇന്നറിന് മാത്രമേ കോൾ ചെയ്യാറ്. ഓക്കെ, ഇനി വേറെ പേരുണ്ടോ എനിക്ക് അറിയില്ല. ഉണ്ടോ? അറിയോ? എനിക്കറിയില്ല ആക്ച്വലി. ഞാൻ ഇന്നറിന് മാത്രമേ ഇതുവരെ എല്ലാവർക്കും കേട്ടിട്ടുള്ളൂ. വേറെ പേരുണ്ടോ എനിക്ക് അറിയില്ല. അറിയാമെങ്കിൽ ആരെങ്കിലും ഒന്ന് ഇൻഫോർമേഷൻ തരുമായിരുന്നു. ഓക്കെ, അപ്പൊ ലെഫ്റ്റ് ജോയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലെഫ്റ്റ് ടേബിളിലെ എല്ലാം എന്നല്ല, ലെഫ്റ്റ് ടേബിളിലെ റോസിനെ മാത്രമേ റിട്ടേൺ ചെയ്യൂ. കോളത്തിന് നമുക്ക് ഓരോ ടെക്നോളജിയിൽ എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. ലെഫ്റ്റ് ടേബിളിലെ എല്ലാ റോസും അതുമായിട്ട് മാച്ചിങ് ആയിട്ടുള്ള റൈറ്റ് ടേബിളിലെ റോസ് ആയിരിക്കും റിട്ടേൺ തരുക. കംപ്ലീറ്റ് ആയോ? ലെഫ്റ്റ് ടേബിളിലെ എല്ലാ റോസും റൈറ്റ് ടേബിളിൽ നിന്ന് മാച്ചിങ് ആയിട്ടുള്ള ആൾക്കാരും. കംപ്ലീറ്റ് ആയോ? ഒരു ടേം കൂടെ അവിടെ പറയണം, എന്തായിരിക്കും? അല്ല, ഇറ്റ് വിൽ റിട്ടേൺ ഓൾ ദ റോസ് ഫ്രം ലെഫ്റ്റ് ടേബിൾ ആൻഡ് മാച്ചിങ് റോസ് ഫ്രം റൈറ്റ് ടേബിൾ. എന്താണ്? ഇൻ കേസ് ഓഫ് നോ മാച്ച് ഇറ്റ് വിൽ റിട്ടേൺ നൾ വാല്യൂസ്. എന്തുകൊണ്ടാണ്? ലെഫ്റ്റ് ടേബിളിൽ എല്ലാവരും വരും. എല്ലാവർക്കും റൈറ്റ് ടേബിളിൽ മാച്ചിങ് ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല. ചില സമയത്ത് എന്ത് ചെയ്യാം? നോ മാച്ചിങ് വരാം. അപ്പൊ നോ മാച്ചിങ് വരുമ്പോൾ എന്ത് റിട്ടേൺ ചെയ്യും? നൾ വാല്യൂസ് കൂടെ റിട്ടേൺ ചെയ്യും. അപ്പൊ അതുകൂടെ പറഞ്ഞാലേ ജോയിൻസിന്റെ കൺസെപ്റ്റ് അവിടെ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. എന്താണ് ലെഫ്റ്റ് ഔട്ടർ ജോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് വിൽ റിട്ടേൺ all the rows from left table and matching rows from right table. In case of no match, it will return null values. ഇനി അതിനൊരു വെൻ ഡയഗ്രം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. വെൻ ഡയഗ്രം കേട്ടിട്ടുണ്ടോ? രണ്ട് സർക്കിളൊക്കെ വരച്ചിട്ട് പഠിച്ചിട്ടുണ്ടോ ഷെയ്ഡ് ആയിട്ട്? അതിനെ തന്നെ വിളിക്കുന്ന പേരാണ് വെൻ ഡയഗ്രം. വരച്ചിട്ടുണ്ടാവില്ല രണ്ട് സർക്കിളൊക്കെ? യെസ് ഓർ നോ? അതിന്റെ പേരാണ് വെൻ ഡയഗ്രം കേട്ടോ. ഈ വെൻ ഡയഗ്രം നിങ്ങൾ ആദ്യമായിട്ടൊന്നല്ല പഠിക്കുന്നത്, നിങ്ങൾ ഇതിനു മുമ്പും പഠിച്ചിട്ടുണ്ട്. എവിടെയോ? മാത്സിൽ +1 +2 സെറ്റ് ഓപ്പറേഷൻസിലൊക്കെ ഇതേ കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. അവിടെ ജോയിൻസ് അല്ല, ഇന്റർസെക്ഷൻ ഒക്കെ പാർട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് ഇവിടെ വരുമ്പോൾ ജോയിൻസ് ആയി മാറുന്നതാണ്. ഓക്കെ, അപ്പൊ വെൻ ഡയഗ്രത്തിൽ എപ്പോഴും രണ്ട് സർക്കിൾസ് ആയിരിക്കും ഉണ്ടാവുക. ഒന്ന് എയും ഒന്ന് ബി എന്നുമായിരിക്കും നോർമലി റെപ്രസെന്റ് ചെയ്യാറ്. അത് നോർമലി എ എന്ന് പറയുന്ന ആൾ എപ്പോഴും ലെഫ്റ്റ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവുക. ബി എന്ന് പറയുന്ന ടേബിൾ എപ്പോഴും എന്തായിട്ടായിരിക്കും? റൈറ്റ് ടേബിൾ ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഒരു വെൻ ഡയഗ്രത്തിന് 3 പോർഷൻസ് ആണ് വരിക. ഏതൊക്കെ 3 പോർഷൻസ്? ഒരു വെൻ ഡയഗ്രത്തിന് 3 പോർഷൻസേ ഉള്ളൂ. ഒന്ന് ഈ ഒരു എ എന്ന് പറഞ്ഞ ഈ ഒരു പോർഷൻ, ഇന്റർസെക്ഷൻ ഇല്ലാത്ത എ, മീൻസ് എ മൈനസ് ബി. എയിലുണ്ട്, എവിടെയില്ല? ബിയിലില്ല. ആ ഒരു കൺസെപ്റ്റ്. പിന്നെ നടുക്ക് വരുന്ന രണ്ടും മാച്ചിങ്. എന്താണ്? എ ഇന്റർസെക്ഷൻ ബി. അത് എയിലും ഉണ്ട്, ബിയിലും ഉണ്ട്. രണ്ടിലെയും മാച്ചിങ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം വരുന്ന പോർഷൻ. പിന്നെ വരുന്നതാണ് ബി എന്ന് പറഞ്ഞ ഏരിയ മാത്രം, ഇന്റർസെക്ഷൻ ഇല്ലാത്ത ബി. എന്തായിരിക്കും? ബി മൈനസ് എ. അതായത് ബിയിലുണ്ട് പക്ഷെ എവിടെയില്ല? എയിലില്ല. ആ ഒരു കൺസെപ്റ്റ്. ഓക്കെ, ഇപ്പൊ ലെഫ്റ്റ് ഔട്ടർ ജോയിൻ ആണെങ്കിൽ എന്താണ് ലെഫ്റ്റ് ഔട്ടർ ജോയിനിൽ പറയുന്നത്? ലെഫ്റ്റ് ടേബിളിലെ എല്ലാ റോസും, ലെഫ്റ്റ് ടേബിളിലെ എല്ലാ റോസും എന്തായി? മുഴുവനായിട്ടായി. അതിന്റെ കൂടെ ആരുണ്ട്? റൈറ്റ് ടേബിളിൽ നിന്നുള്ള മാച്ചിങ് റോസും. നമ്മൾ ഏതൊക്കെ പോർഷൻ ഷെയ്ഡ് ചെയ്യേണ്ടി വരും? എ ഫുൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ മാച്ചിങ് ആയിട്ടുള്ള ആൾക്കാരെയും കിട്ടും. അപ്പോൾ ഈ ഒരു പോർഷൻ നിങ്ങൾ മുഴുവനായിട്ടും ഷെയ്ഡ് ചെയ്യേണ്ടി വരും. ഇന്റർവ്യൂസിനൊക്കെ വെൻ ഡയഗ്രം വരച്ചിട്ട് തന്നെ ജോയിൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അപ്പോൾ വെൻ ഡയഗ്രം വരച്ചിട്ട് പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം? എക്സ്പ്ലനേഷൻ കൊടുക്കണം. അതിൽ എ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്നുള്ളത് എന്ത് ചെയ്യണം? പ്രോപ്പർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. എ എപ്പോഴും എന്തായിരിക്കും? ലെഫ്റ്റ് ആയിരിക്കും. ബി റൈറ്റ് ആണെങ്കിൽ മാത്രമേ ഞാനിവിടെ വരച്ച വെൻ ഡയഗ്രം കറക്റ്റ് ആവും. അല്ലെങ്കിൽ ഇത് കറക്റ്റ് ആയിരിക്കുമോ? ഇല്ല. എ എപ്പോഴും എല്ലാവരും എടുക്കുന്നത് ലെഫ്റ്റ് ആയിട്ടും ബി എപ്പോഴും നമ്മൾ കൺസിഡർ ചെയ്യുന്നത് റൈറ്റ് ആയിട്ടും ആയിരിക്കും. അപ്പൊ ഇതാണ് ലെഫ്റ്റ് ജോയിൻ അല്ലെങ്കിൽ ലെഫ്റ്റ് ഔട്ടർ ജോയിൻ. ഇറ്റ് വിൽ റിട്ടേൺ all rows from left table and matching rows from right table. In case of no match, it will return null. സെയിം തന്നെ നിങ്ങൾ അപ്പുറത്തും പഠിച്ച് വ്യത്യാസം ഉണ്ടായിരുന്നോ? സെയിം തന്നെയല്ലേ? ഞാൻ പറഞ്ഞ ടേംസ് വരെ എക്സാക്ട്ലി സെയിം ആയി. ഓക്കെ,
ഇനി അടുത്തതാണ് റൈറ്റ് ഔട്ടർ ജോയിൻ അല്ലെങ്കിൽ റൈറ്റ് ജോയിൻ. എന്താണ് റൈറ്റ് ജോയിൻ എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ ഉൾട്ടാ കണ്ടീഷൻ, ടേബിൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് കഴിഞ്ഞാൽ കാര്യം മാറി. ഇപ്പൊ എന്താണ് റൈറ്റ് ഔട്ടർ ജോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ടേബിളിലെ എല്ലാ റോസും ലെഫ്റ്റ് ടേബിളിലെ മാച്ചിങ് റോസും ഇൻ കേസ് ഓഫ് നോ മാച്ച് എന്തായിരിക്കും, നൾ വാല്യൂസ് ആയിരിക്കും റിട്ടേൺ തരുക. ജസ്റ്റ് ടേബിൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, അതായത് ഇറ്റ് വിൽ റിട്ടേൺ all rows from right table and matching rows from left table. In case of no match, it will return null values. ഏത് സൈഡിലായിരിക്കും നൾ ഉണ്ടാവുക? റൈറ്റിലാണോ ലെഫ്റ്റിലാണോ? ഏത് സൈഡിലായിരിക്കും? റൈറ്റ് ജോയിൻ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലായിരിക്കും നൾ വാല്യൂ ഉണ്ടാവുക. ലെഫ്റ്റ് ജോയിൻ ആണെങ്കിൽ റൈറ്റ് സൈഡിലായിരിക്കും നൾ വാല്യൂസ് വരാനുള്ള ചാൻസ്. അതിന്റെ വെൻഡാഗർ അറിയാലോ, ഇത് പോർഷൻ മുഴുവൻ ഷെയ്ഡ് ചെയ്യേണ്ടി വരും, പി മുഴുവനായിട്ട് ചെയ്യേണ്ടി വരും. ജോയിൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ട് ടേബിൾ ഉണ്ടെങ്കിൽ ഒരു ടേബിളിലോട്ട് മറ്റൊരു ടേബിളിൽ നിന്ന് വാല്യൂ കോൾ ചെയ്യാൻ ബേസിക് കൺസെപ്റ്റ് എപ്പോഴും എന്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും വർക്ക് ചെയ്യുക? ജോയിൻസിനെ ബേസ് ചെയ്തിട്ടാണ്. നിങ്ങളൊരു ഇൻഡസ്ട്രിയിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഒരിക്കലും സിംഗിൾ ടേബിൾ എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടാവില്ല. എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക? മൾട്ടിപ്പിൾ ടേബിൾസ് ഉണ്ടാവും. നിങ്ങൾ ജോയിൻസിന്റെ കൺസെപ്റ്റ് അറിയാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. നിങ്ങൾ ഏത് ലാംഗ്വേജ് അല്ലെങ്കിൽ ഏത് ടെക്നോളജി യൂസ് ചെയ്താലും. ഇത് റൈറ്റ് ജോയിൻ. ഇനി അടുത്ത ഏതാ? ഫുൾ ഔട്ടർ ജോയിൻ അല്ലെങ്കിൽ ഔട്ടർ ജോയിൻ. എന്താണ് ഔട്ടർ ജോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഔട്ടർ ജോയിൻ? രണ്ട് ടേബിളിലെയും സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയാം. വേണമെങ്കിൽ എന്ത് ചെയ്യാം? കോമ്പിനേഷൻ ഓഫ് ബോത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഔട്ടർ ജോയിൻ. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? അടുത്തൊരു ഡെഫിനേഷൻ ഉണ്ട്, ഇറ്റ് വിൽ റിട്ടേൺ ഓൾ ദ റോസ് ഫ്രം ബോത്ത് ടേബിൾ. രണ്ട് ടേബിളിൽ നിന്നും എല്ലാ റോസിനെയും എന്ത് ചെയ്യും? ഫുൾ ഔട്ടർ ജോയിൻ ആണ് റിട്ടേൺ തരും. രണ്ട് രീതിയിൽ ആൻസർ പറയാം. ഇറ്റ് വിൽ റിട്ടേൺ ഓൾ റോസ് ഫ്രം ബോത്ത് ടേബിൾ, അല്ലെങ്കിൽ എന്ത് പറയാം? ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ബോത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ജോയിൻ. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് പറയാം? അതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ റിട്ടേൺ ഓൾ റോസ് ഫ്രം ബോത്ത് ടേബിൾ ആയിരിക്കും. ഇൻ കേസ് നിങ്ങൾ മറ്റേ ആൻസർ പറഞ്ഞു, എന്തായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ? എന്താണ് ലെഫ്റ്റ്, എന്താണ് റൈറ്റ്? ആണ് നിങ്ങൾക്ക് പറയുന്ന പോലെ പറഞ്ഞാൽ എന്ത് ചെയ്യും? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ പ്രിഡിക്ട് ചെയ്യാൻ പറ്റും. ഇതേകാലത്ത് ഒട്ടുമിക്ക ഇന്റർവ്യൂസും ഈ രീതിയിലാണ് ഫോളോ ചെയ്യുന്നത്. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു ട്രഡീഷണൽ പാറ്റേൺ ഉണ്ട്, ക്വസ്റ്റ്യൻസ് അവർ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നല്ല. അവർ ഫ്രീ ഹാൻഡ് ആയിട്ട് വരും, നിങ്ങൾ ഇടുന്ന ഓരോന്ന് അവരെന്ത് ചെയ്യും? അതിൽ പിടിച്ചൊരു കയറ്റം നിൽക്കുക. 5 മിനിറ്റ് കൊണ്ട് തീർക്കണം എന്ന് അവർ ആഗ്രഹിച്ച ഇന്റർവ്യൂ നിങ്ങൾ കാരണം ചിലപ്പോൾ 1 മണിക്കൂറും 1.5 മണിക്കൂറൊക്കെ മുമ്പോട്ട്. ഒരാരെങ്കിലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത ആരും ക്ലാസ്സിലുണ്ടോ? ഒരാളുണ്ട്. ബാക്കി ആരെങ്കിലും ഉണ്ടോ? എത്ര മണിക്കൂർ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ? 20. 1 മണിക്കൂറൊക്കെ ഇരിക്കണം കേട്ടോ. നല്ല രസമുള്ള പരിപാടിയാണ്. അവസാനം നെറ്റോ കറണ്ടോ പോയാന്നൊക്കെ വിചാരിച്ചു പോകും. അങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്ന ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാ പറഞ്ഞത്. അതിന്റെ കാരണം ഞാൻ തന്നെയാണ്, വേറെ ആരുമല്ല. ഞാൻ തന്നെ വെറുതെ അനാവശ്യമായിട്ട് ഓരോന്ന് ഇട്ട് കൊടുക്കും, അവർ അതിൽ കയറി പിടിക്കും. അല്ലെങ്കിൽ ഞാൻ തന്നെ അനാവശ്യമായിട്ട് ഓരോ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, അവർ അതിൽ കയറി പിടിക്കും. പിന്നെ ഞാൻ തന്നെ എന്ത് ചെയ്യും? ഞാൻ തന്നെ എന്റെ കുഴിയിലോ ഞാൻ തന്നെ പോയിട്ട് വീഴുകയും ചെയ്യും. പിന്നെ പതുക്കെ കരകയറി വരുമ്പോഴേക്കും സമയമായിട്ടുണ്ടാവും. ഒരു ഓപ്ഷൻ ഒന്നും ഇല്ല. ആദ്യം 2-3 ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ അങ്ങനെ പോയി വീണിട്ടുണ്ട്. 40 മിനിറ്റ് ഉണ്ടായിട്ടുണ്ട്. 1.25 മണിക്കൂറിൽ ഇന്റർവ്യൂ ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസമായിരുന്നു. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും കേട്ടോ. അടുത്ത ഇന്റർവ്യൂ എങ്ങനെ ഈസിലി ക്രാക്ക് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്ക് മനസ്സിലായി. നെക്സ്റ്റ് ഇന്റർവ്യൂ തന്നെ എനിക്ക് ജോലിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. IT സെക്ടറിൽ എനിക്ക് രണ്ടാമത്തെ ഇന്റർവ്യൂ തന്നെ ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യം പറഞ്ഞത് മെക്കാനിക്കൽ ഫീൽഡ്. IT എത്തുമ്പോൾ ഒരുപാട് ചൂടുവെള്ളത്തിൽ വീണുകൊണ്ട് എന്തായി? പെട്ടെന്ന് കാര്യം മനസ്സിലായി, എങ്ങനെ ക്രാക്ക് ചെയ്യുന്നുണ്ട്. ആ രീതിയിൽ കണ്ടുപോയാൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഫുൾ ഔട്ടർ ജോയിനിൽ എവിടെയൊക്കെ നൾ വാല്യൂസ് വരാം? രണ്ട് സ്ഥലത്തും ഉണ്ടാവില്ലേ? ലെഫ്റ്റ് സൈഡിലും ഉണ്ടാകാം, റൈറ്റ് സൈഡിലും ഉണ്ടാകാം. ഉറപ്പ് പറയാൻ പറ്റില്ല, ഉണ്ടാകാന്നേ ഉള്ളൂ. മേ ബി ലെഫ്റ്റ് സൈഡിലും ഉണ്ടാകാം, റൈറ്റ് സൈഡിലും ഉണ്ടാകാം. അതിന്റെ വെൻ ഡയഗ്രം എങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക? രണ്ട് ടേബിളും മുഴുവൻ ഷെയ്ഡ് ചെയ്യേണ്ടി വരും. എല്ലാം ചെയ്യേണ്ടി വരും.
ഇവിടെ ആക്ച്വലി ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള കൺസെപ്റ്റേ ഇല്ല. മുഴുവൻ എന്ത് ചെയ്യും, രണ്ട് ടേബിളിലെയും എല്ലാ റോസും വരും. അതുകൊണ്ടാ പറഞ്ഞത് രണ്ട് സൈഡിലും എന്ത് വരാം, നള്ള് വരാം. എന്തുകൊണ്ടാ, ലെഫ്റ്റ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ നള്ള് വരാം, റൈറ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റിൽ നള്ള് വരാം. രണ്ടിന്റെയും കോമ്പിനേഷൻ അല്ലേ, അപ്പൊ രണ്ട് സൈഡിലും നള്ള് ഉണ്ടാകാം. പക്ഷെ എയും ബിയും മാർക്ക് ചെയ്യണം കേട്ടോ. മാർക്ക് ചെയ്ത് ഒരിക്കലും പാസ് ചെയ്യരുത്. ഇത് എ, ഇത് ബി. ഇനി അടുത്ത ജോയിൻ ഏതാ വരുന്നത്, ഇന്നർ ജോയിൻ. എന്തായിരിക്കും ഇന്നർ ജോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് ടേബിളിലെയും മാച്ചിങ് റോസ് മാത്രമേ എവിടെ റിട്ടേൺ ചെയ്യൂ, ഇന്നർ ജോയിന്റെ അകത്ത് റിട്ടേൺ ചെയ്യും. ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ജോയിൻ ആണ് ആര്, ഇന്നർ ജോയിൻ എന്ന് പറഞ്ഞത്. എഫക്റ്റീവ് എന്ന് പറയാനുള്ള റീസൺ എന്താ, അവിടെ ഒരിക്കലും നൾ വാല്യൂസ് റിട്ടേൺ ചെയ്യില്ല. രണ്ട് ടേബിളിലെയും കോമൺ ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ആ ഒരു ജോയിൻ റിട്ടേൺ ചെയ്തു. ഏത് പോർഷൻ ആയിരിക്കും ഷെയ്ഡ് ചെയ്യേണ്ടി വരുക, അവർ ഇന്റർസെക്ഷൻ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ ഈ ഒരു പോർഷൻ ആയിരിക്കും ഇന്നർ ജോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് നിങ്ങൾ പഠിച്ച 4 ടൈപ്പ് ജോയിൻസ്: ലെഫ്റ്റ്, റൈറ്റ്, ഇന്നർ, ഫുൾ, ഔട്ടർ ജോയിൻ. ഇന്ന് ആ ജോയിൻ കൺസെപ്റ്റ് ക്ലിയർ ആണോ? ഇനി എവിടെ ചോദിച്ചാലും പറയാൻ പറ്റുമോ? നമുക്കൊന്നുകൂടി ഇത് വീണ്ടും പഠിക്കാനുണ്ട് കേട്ടോ. വേറൊരു സ്ഥലത്ത് എത്തുമ്പോൾ, ഇപ്പൊ നമ്മൾ പവർ ക്വറിയിലാണ്, പവർ പോയിന്റിൽ പോകുമ്പോൾ വീണ്ടും ഇതിന്റെ ഒരു ഇംപ്ലിമെന്റേഷൻ വരുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടി വരും കേട്ടോ. ഒരു സെക്കൻഡ് ഹോൾഡ്. ഇപ്പൊ 4 ജോയിന്റെ കൺസെപ്റ്റ് എല്ലാവരും ക്ലിയർ ആണോ? ഇനി ഇവിടെ ഒരു എക്സ്ട്രാ 2 ജോയിൻസ് കൂടെ വരുന്നുണ്ട്. ആർക്കെങ്കിലും അറിയാം ഏതൊക്കെ ആയിരിക്കും എന്നുള്ളത്? ഇവിടെ ഒരു എക്സ്ട്രാ 2 ടൈപ്പ് ഓഫ് ജോയിൻസ് കൂടെ വരുന്നുണ്ട്. പിന്നെ കോമൺ ആയിട്ട് ഒരു പേര് കോൾ ചെയ്യാം. ഇതിന്റെ പേരാണ് ആന്റി ജോയിൻസ്. ഈ ഒരു ടേം ഇതിനു മുമ്പ് എവിടെയും കേട്ടിട്ടുണ്ടോ, ആന്റി ജോയിൻസ്? നിങ്ങൾ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഡിഫറൻസ് എന്താ? ക്ലോക്ക് വൈസ് ആണ് എന്താ, റൊട്ടേഷൻ ക്ലോക്കിന്റെ ഡയറക്ഷനിലായിരിക്കും അല്ലേ. ആന്റി ക്ലോക്ക് വൈസ് എന്നാലോ നേരെ ഓപ്പോസിറ്റ്. അപ്പോ ആന്റി ജോയിൻസ് എന്തായിരിക്കും? നിങ്ങൾ ഏതൊക്കെ ടേമിന് മുമ്പിൽ ആന്റി എന്നുള്ളൊരു ടേം ഉണ്ടോ എന്തായിരിക്കും, അത് ഓപ്പോസിറ്റ് രീതിയിലായിരിക്കും വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആന്റി ജോയിൻസ് എന്തായിരിക്കും, ജോയിൻസ് നേരെ ഓപ്പോസിറ്റ് കൺസെപ്റ്റ് ആയിരിക്കും. എങ്ങനെ ഓപ്പോസിറ്റ് കൺസെപ്റ്റ്? അല്ല, നോർമൽ ജോയിൻസിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആർക്കാ, മാച്ചിങ്ങിനാണോ നോ മാച്ചിങ്ങിനാണോ? മാച്ചിങ്ങിന്. അപ്പൊ ആന്റി ജോയിൻസിൽ ആർക്കായിരിക്കും ഇമ്പോർട്ടൻസ് ഉണ്ടാവുക, നോ മാച്ചിങ്ങിനായിരിക്കും. അതായത് ഒരു സ്ഥലത്തുണ്ട് അടുത്ത സ്ഥലത്തില്ല, അത്രയേ ഉള്ളൂ. എയിലുണ്ട് ബിയിലില്ല. ഈ കൺസെപ്റ്റ് വിളിക്കുന്ന പേരാണ് ആന്റി ജോയിൻസ്. ഒരു സ്ഥലത്തുണ്ട് അടുത്ത സ്ഥലത്ത് ഇല്ലാത്തതാരൊക്കെ, ആ ഒരു സമയത്ത് യൂസ് ചെയ്യുന്ന ജോയിൻസിന്റെ കൺസെപ്റ്റ് ആണ് ആന്റി ജോയിൻസ്. 2 ടൈപ്പാണ് ഉള്ളത് അതിൽ, ലെഫ്റ്റ് ആന്റി ജോയിനും റൈറ്റ് ആന്റി ജോയിൻ. ലെഫ്റ്റ് ആന്റി ജോയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും,
ലെഫ്റ്റ് ടേബിളിൽ ഉണ്ടാകും, പക്ഷെ അത് ഇവിടെ ഉണ്ടാവില്ല, റൈറ്റ് ടേബിളിൽ ഉണ്ടാവില്ല. അതാണ് ലെഫ്റ്റ് ഹാൻഡ് ജോയിന്റെ കൺസെപ്റ്റ്. ഇറ്റ് വിൽ റിട്ടേൺ ഓൺലി റോസ് ഫ്രം ലെഫ്റ്റ് ടേബിൾ. എവിടുന്ന് മാത്രമേ റോസ് റിട്ടേൺ ചെയ്യൂ? ലെഫ്റ്റ് ടേബിളിൽ നിന്ന് മാത്രമേ റിട്ടേൺ ചെയ്യൂ. ആ റിട്ടേൺ ചെയ്യുന്ന റോസിന് ഒരിക്കലും എവിടെ മാച്ചിങ് ഉണ്ടാവില്ല? റൈറ്റ് ടേബിളുമായിട്ട് മാച്ചിങ് ഉണ്ടാവില്ല. ഇറ്റ് വിൽ റിട്ടേൺ ഓൺലി റോസ് ഫ്രം ലെഫ്റ്റ് ടേബിൾ that does not have any match from right table. That does not have any match from the right table. ഈ ഒരു കൺസെപ്റ്റിൽ വർക്ക് ചെയ്യുന്ന ജോയിൻസിനെ വിളിക്കുന്ന പേരാണ് ആന്റി ജോയിൻസ്. ഒരു സ്ഥലത്തുണ്ട്, അടുത്ത സ്ഥലത്തില്ല. ഇറ്റ് വിൽ റിട്ടേൺ ഓൺലി റോസ് ഫ്രം ലെഫ്റ്റ് ടേബിൾ that does not have any match from right table. അത് ഒന്നുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ലെഫ്റ്റ് ടേബിളിൽ ഉണ്ട്, റൈറ്റ് ടേബിളിൽ ഇല്ല. ഇത്രയും ലെഫ്റ്റ് ടേബിളിൽ ആ റോസ് ഉണ്ടാവും, ആ റോസിന് ഒരു കാരണവശാലും എവിടെ മാച്ചിങ് ഉണ്ടാവില്ല? റൈറ്റ് ടേബിളിൽ മാച്ചിങ് ഉണ്ടാവില്ല. പിന്നെ വെൻ ഡയഗ്രം വരുമ്പോൾ എ ലെഫ്റ്റ് ടേബിളും ബി റൈറ്റ് ടേബിളും. ഏത് പോർഷൻ ആയിരിക്കും ഷെയ്ഡ് ചെയ്യേണ്ടി വരും? എ ലെഫ്റ്റും ബി റൈറ്റും. ഏത് പോർഷൻ ആയിരിക്കും ഷെയ്ഡ് ചെയ്യേണ്ടത്? ഇന്റർസെക്ഷൻ ഇല്ലാത്ത എ, അതായത് എയിലുണ്ട് ബിയിലില്ല, മീൻസ് എ മൈനസ് ബി. ഈ ഒരു കൺസെപ്റ്റ് ആണ് ആന്റി ജോയിൻ. പണ്ട് ചെയ്തിട്ടുണ്ടാവില്ലേ? ഇനി അടുത്തതാണ് റൈറ്റ് ആന്റി ജോയിൻ. എന്തായിരിക്കും റൈറ്റ് ആന്റി ജോയിൻ എന്ന് പറഞ്ഞാൽ? അതിന്റെ ഡെഫിനിഷൻ നിങ്ങൾക്ക് തന്നെ പറയാം. ഇറ്റ് വിൽ റിട്ടേൺ ഓൺലി റോസ് ഫ്രം റൈറ്റ് ടേബിൾ ദാറ്റ് ഡസ് നോട്ട് ഹാവ് എനി മാച്ച് ഫ്രം ലെഫ്റ്റ് ടേബിൾ. ടേബിൾ ജസ്റ്റ് ഒന്ന് ഇന്റർചേഞ്ച് ചെയ്താൽ മതി. ഇറ്റ് വിൽ റിട്ടേൺ ഓൺലി റോസ് ഫ്രം റൈറ്റ് ടേബിൾ that does not have any match from left table. ഇതിൽ എ ലെഫ്റ്റ് ടേബിളും ബി റൈറ്റ് ടേബിളും ആണെങ്കിൽ ഏത് പോർഷനിലേക്ക് ഷെയ്ഡ് ചെയ്യേണ്ടി വരുമോ? ഇത് റൈറ്റിലുണ്ട് പക്ഷെ ലെഫ്റ്റിലില്ല. അതായിരിക്കും ബി മൈനസ് എ എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയ ആയിരിക്കും ഷെയ്ഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ടോട്ടല് 6 ജോയിൻസിന്റെ കൺസെപ്റ്റ് ആയി. ലെഫ്റ്റ് ഔട്ടർ, റൈറ്റ് ഔട്ടർ, ഫുൾ ഔട്ടർ, ഇന്നർ, ലെഫ്റ്റ് ആന്റി ജോയിൻ, റൈറ്റ് ആന്റി ജോയിൻ. ഓക്കെ, 6 ജോയിന്റെയും കൺസെപ്റ്റ് എല്ലാവർക്കും ഓക്കെ ആണോ? ഓൺലൈൻ എല്ലാവർക്കും ക്ലിയർ ആണോ? 6 ജോയിന്റെയും കൺസെപ്റ്റ് എല്ലാവരും ക്ലിയർ ആണോ? Yes, sir. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആന്റി ജോയിൻസിന്റെ ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ പറഞ്ഞു. ആന്റി ജോയിൻസ് യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു പ്രാക്ടിക്കൽ സിനാരിയോ പറയാൻ പറ്റുമോ? ഉം?
പറയാൻ പറ്റും. ആന്റിജോൺസ് യൂസ് ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു പ്രാക്ടിക്കൽ സിനാരിയോ. ആലോചിച്ചു. ഒരു സ്ഥലത്തുണ്ട്, അടുത്ത സ്ഥലത്തില്ല. ഇത്രയും. അങ്ങനെ ഇവിടുത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ യൂസ് ചെയ്യാറുണ്ട്. എന്തിനാണെന്നറിയോ? ഇപ്പൊ എത്ര സെഷൻ നടക്കുന്നുണ്ട്? 2 സെഷൻ അല്ലേ? ഏതൊക്കെയാ? ഒന്ന് പവർ ബി ഐയും അപ്പുറത്ത് എം എല്ലിന്റെ സെഷൻ നടക്കുന്നുണ്ടാവും. ഇപ്പൊ എന്ത് ചെയ്യണം? എനിക്ക് അപ്പുറത്ത് വരുന്നുണ്ട്, ഇപ്പുറത്ത് വരാത്ത ആൾക്കാരെ കണ്ടിട്ട്. അങ്ങനെ വരാത്ത ആൾക്കാരുണ്ട്. ഉം. എന്ത് ചെയ്യാം? ആന്റി ജോയിൻസ് ഡയറക്റ്റ്ലി യൂസ് ചെയ്താൽ മതിയല്ലേ? പെട്ടെന്ന് എനിക്ക് ആൾക്കാരെ കിട്ടും. ഇനി എന്ത് ചെയ്യണം? അപ്പുറത്തുള്ള ആൾക്ക് ഇപ്പുറം വരുന്നുണ്ട്, അപ്പുറത്ത് വരുന്നില്ല. എന്ത് ചെയ്താൽ മതി? 2 ക്ലാസ്സിലെ അറ്റൻഡൻസ് എടുത്തിട്ട് ഡയറക്റ്റ് അങ്ങ് ആന്റി ജോയിൻ പെർഫോം ചെയ്താൽ മതി. ആൻസർ കിട്ടും. ഇതുപോലൊരു എക്സാമ്പിൾ ഞാൻ ചോദിച്ചത്. ഇത് പോയിട്ട് പുറത്തെവിടെയും പറയരുത്. നിങ്ങൾക്ക് തന്നെയാണ് പ്രശ്നം വരുന്നത്. അപ്പൊ അവർ ചോദിക്കും നിങ്ങൾ അതിന് ഇൻക്ലൂഡ് ആണോ, നിങ്ങൾ അറിയാമെന്ന് പോയി യെസ് എന്ന് പറയും. അപ്പൊ തന്നെ നിങ്ങളുടെ സ്വഭാവം അവർക്ക് മനസ്സിലാവും. പിന്നെ ഇന്റർവ്യൂ നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ഉം. ഒരുപാട് പ്രാക്ടിക്കൽ സിനാരിയോസ് നമ്മളെ ചുറ്റും നടക്കുന്നത്. ഇതിനൊന്ന് പറയാൻ പറ്റുമോ? എവിടെ നിങ്ങൾ കിട്ടിയോ? 4 പേര് കൂടിയിട്ട് അല്ല ആൻസർ ഉണ്ടോ? അല്ല, എന്തെങ്കിലും ആൻസർ ഉണ്ടോ? 4 ആൾക്കാരില്ലേ? ഉം. എവിടെയോ? എവിടെയോ? ഓൺലൈനോ? ആർക്കൊന്നുമില്ല. നിങ്ങളെല്ലാവരും ഈ ലുമിനാറിലോട്ട് വരുന്നതിന് മുമ്പ് ലുമിനാർ മാത്രമാണ് നോക്കിയേ. വേറെ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് നോക്കിയിട്ടുണ്ടോ? അവരെ വിളിച്ചിട്ടുണ്ടാവില്ലേ? മേ ബി അവർ ഇപ്പോൾ നിങ്ങളെ വിളിക്കുന്നുണ്ടാവില്ലേ? ഇവിടെ ജോയിൻ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് 1 2 തവണ കോള് വരാം, വരാതിരിക്കാം. അവിടെ ആന്റി ജോയിൻസിന്റെ കൺസെപ്റ്റ് യൂസ് ചെയ്യാൻ പറ്റില്ലയോ? എങ്ങനെയായിരിക്കും? അതല്ല, ഞാൻ ആ കോള് വരുന്ന റീസണാണ് ചോദിച്ചത്. നിങ്ങളിപ്പോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് അവർ എന്ത് ഉണ്ടാവും? എൻക്വയറി ടേബിളിന്റെ അകത്തോട്ട് പാസ് ചെയ്തിട്ടുണ്ടാവും. വിളിക്കുന്നുണ്ടോ? ജോയിൻ ചെയ്യാത്തവർ, യെസ്. അവരുടെ 2 ടേബിൾ ഉണ്ടാവും. ഒന്ന് എൻക്വയറി വന്ന ടേബിളും അടുത്തത് അഡ്മിഷൻ ടേബിളും ഉണ്ടാവും. അപ്പൊ അവർക്ക് ചെക്ക് ചെയ്യണം, എൻക്വയറി നടത്തിയ എല്ലാവരും അഡ്മിഷൻ എടുത്തോ. എന്ത് ചെയ്താൽ മതി? ആന്റി ജോയിൻ പെർഫോം ചെയ്ത് നോക്കിയാൽ മതിയല്ലോ. അപ്പൊ അവർക്ക് കിട്ടും ആരൊക്കെ എൻക്വയറി ചെയ്തിട്ടും അഡ്മിഷൻ എടുക്കാത്തത്. എന്ത് ചെയ്താൽ ആ ഡാറ്റ നേരെ ടെലികോഡിംഗ് ഡിപ്പാർട്ട്മെന്റ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അവിടെ നിന്ന് നിങ്ങളിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുമല്ലേ. എപ്പോഴാണോ ആ ആന്റി ജോയിൻ നിങ്ങളുടെ പേര് റിമൂവ് ആവുന്നത്, ഇതുവരെ നിങ്ങൾക്ക് ഇങ്ങനെ കോൾ വന്നുകൊണ്ടേയിരിക്കും. അവിടെയും മേ ബി യൂസ് ചെയ്യുന്നത് ആരായിരിക്കും? ഈ ആന്റി ജോയിൻസിന്റെ കൺസെപ്റ്റ് ആയിരിക്കാം. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ റീചാർജ് കഴിഞ്ഞു, വിത്തിൻ സെക്കൻഡ് കോൾ വരാറില്ലേ? റീചാർജ് എങ്ങനെയായിരിക്കും? അവിടെ ഇതേ ടേബിൾസിന്റെ കൺസെപ്റ്റ് അവർ എന്തെങ്കിലും ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടാവും. പ്ലാൻ കഴിഞ്ഞിട്ടും അത് റിന്യൂ ചെയ്യാത്തത് ആരൊക്കെ? എങ്ങനെ അവർ കണ്ടുപിടിക്കുന്നത്? ഇത്രയും വലിയൊരു ഡാറ്റയുടെ കന്ന് ഈ റിന്യൂ ചെയ്യാത്ത ആൾക്കാരെ മാത്രമേ ഇങ്ങനെ സോർട്ട് ചെയ്തെടുക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഫിൽറ്റർ ചെയ്തെടുക്കുന്നുണ്ടാവുക. ഇതുപോലെ ആന്റി ജോയിൻസിന്റെ കൺസെപ്റ്റ് ആകാം. ഞാൻ അവിടെ വർക്ക് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല. ആകാന്ന് ഞാൻ പറയുന്നില്ല. ഇങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസ് അവിടെ ഉണ്ടാവും. ഇപ്പം ഒരു നോർമൽ സിനാരിയോ പറയാം. ഞാനിവിടെ കാക്കനാട് പോലെ ഒരു വലിയൊരു മാർക്കറ്റിന്റെ അകത്തോട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഞാൻ സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ഈ ഒരു ഏരിയയിലെ കസ്റ്റമേഴ്സ് ഏതൊക്കെ ടൈപ്പ് ആണെന്ന് അറിയാൻ കസ്റ്റമേഴ്സിന്റെ ഒരു സർവേ നടത്തി. അതെന്ത് ചെയ്തു? ഈ കസ്റ്റമർ ഡാറ്റ ഒരു ടേബിൾ ആക്കി ഞാൻ സ്റ്റോർ ചെയ്തു. അതായത് ഇവിടെ ആകുമ്പോൾ എന്താണ്?
വൈഡ് വെറൈറ്റീസ് ഓഫ് കസ്റ്റമേഴ്സ് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. അല്ല, കാക്കനാട് പറഞ്ഞാൽ അങ്ങനെ ഒരു ഏരിയ ആണ്. ഇവിടെ ലോക്കൽസിനെക്കാളും കൂടുതൽ എന്താണ് പുറത്തുനിന്നും കേരളത്തിലെ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും ഉണ്ടാവും. ചിലപ്പോൾ ഇന്ത്യയിലെ പല സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരും ഉണ്ടാവും. ചിലപ്പോൾ ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ആൾക്കാരും ഒന്നുണ്ടാവും ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ അവരുടെയൊക്കെ ഒരു ഡാറ്റ അറിയാൻ ഒരു കസ്റ്റമർ സർവേ നടത്തി ഒരു ടേബിളിൽ സ്റ്റോർ ചെയ്തു. എന്തൊക്കെ ഉണ്ടാവും? ID ഉണ്ടാവും, പിന്നെയോ അവരുടെ പേരുണ്ടാവും, പിന്നെ മിനിമം എന്ത് കൂടെ സ്റ്റോർ ചെയ്യും? അവരുടെ ഫോൺ നമ്പർ ഉണ്ടാവും, പിന്നെ ഇമെയിൽ ID, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടെ സ്റ്റോർ ചെയ്യാം. ജസ്റ്റ് അത് കസ്റ്റമർ ഡീറ്റെയിൽസ് പാസ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ അതിന്റെ ബേസിൽ എന്ത് ചെയ്തു? ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ സൂപ്പർ മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് നടക്കുന്നുണ്ടാവും? ഡെയിലി ട്രാൻസാക്ഷൻ നടക്കുന്നത്, സെയിൽസ് നടക്കുന്നുണ്ടാവും. അപ്പൊ അത് സ്റ്റോർ ചെയ്യാൻ ഞാൻ അവിടെ ഒരു സെയിൽസ് ഡാറ്റ പറഞ്ഞ ഒരു ടേബിൾ കൂടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും? ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? ഫസ്റ്റ് എന്തുണ്ടാവും? ആ ഒരു ഇൻവോയ്സ് നമ്പർ അല്ലെങ്കിൽ ഓർഡർ നമ്പർ ഉണ്ടാവും. പിന്നെ എന്തുണ്ടാവും? ആ ഓർഡർ പ്ലേസ് ചെയ്ത് ഉണ്ടാവും. പിന്നെ ആയിരിക്കും എന്തുണ്ടാവുക? അത് ഏത് കസ്റ്റമർ ആണ് പർച്ചേസ് ചെയ്തെന്നുണ്ടാവും. പിന്നെ അടുത്ത് എന്തായിരിക്കും? ആ കസ്റ്റമർ ഏത് പ്രൊഡക്റ്റ് ആണ് പർച്ചേസ് ചെയ്തതുണ്ടാവും. പിന്നെ അത് എത്ര ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തെന്നുണ്ടാവും. പിന്നെ എന്തുണ്ടാവും? അതിന്റെ പ്രൈസ്, ടോട്ടൽ സെയിൽസ്, ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടാകാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? ഒരു 3-4 മാസം സൂപ്പർ മാർക്കറ്റ് റൺ ചെയ്തിട്ടും ഞാൻ വിചാരിച്ചൊരു പ്രോഫിറ്റ് എനിക്ക് അവിടെ വരുന്നില്ല. അത് ഞാൻ ആദ്യം ഇത്രയും കസ്റ്റമേഴ്സിന്റെ ഡാറ്റ എടുത്തിട്ടാണ് അവിടെ ഒരുപാട് പ്രൊഡക്റ്റ് കളക്ട് ചെയ്തതും സൂപ്പർ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. പക്ഷെ ഞാൻ റൺ ചെയ്തിട്ടും എനിക്ക് എന്താണ്, ഞാൻ വിചാരിച്ചൊരു പ്രോഫിറ്റ് ഒരിക്കലും അവിടെ കിട്ടുന്നില്ല. അതിനൊരു റീസൺ എന്തായിരിക്കും? ഇവിടെ എല്ലാ കസ്റ്റമറും ഇവിടെ വന്നിട്ട് സാധനങ്ങൾ വാങ്ങുന്നുണ്ടാവില്ല. അപ്പൊ എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതുവരെ ഒരു പ്രൊഡക്റ്റ് പോലും പർച്ചേസ് ചെയ്യാത്ത കസ്റ്റമേഴ്സ് ആരൊക്കെയാണ്? അത് എൻറ്റയർ കാക്കനാട്ടിലെ എല്ലാ കസ്റ്റമേഴ്സിന്റെ ഡാറ്റ എന്റെ കയ്യിലുണ്ട്. അതിൽ നിന്ന് ആരൊക്കെയാണ് എന്റെ സൂപ്പർ വന്ന് പർച്ചേസ് ചെയ്തെന്നുള്ളത് ഇവിടെയുണ്ട്. അപ്പൊ എനിക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതുവരെ ഒരു പ്രൊഡക്റ്റ് പോലും പർച്ചേസ് ചെയ്യാത്ത കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടണം. ഏത് ജോയിന്റ് കൺസെപ്റ്റ് യൂസ് ചെയ്യാം? ഇത് ഒരു പ്രൊഡക്റ്റ് പോലും പർച്ചേസ് ചെയ്യാത്ത കസ്റ്റമേഴ്സ് ഏതായിരിക്കും? 6 ജോയിൻസിൽ ഏത് ജോയിൻ യൂസ് ചെയ്യും? ഒരു പ്രൊഡക്റ്റ് പോലും പർച്ചേസ് ചെയ്യാത്ത കസ്റ്റമേഴ്സിന്റെ ഡീറ്റെയിൽസ് കിട്ടണം. കസ്റ്റമർ ഡാറ്റ ലെഫ്റ്റ് ടേബിൾ ആക്കാം, ഇത് റൈറ്റ് ടേബിൾ ആക്കാം. ഇനി അവിടെ കൺഫ്യൂഷൻ അത് പറയാം. ഏതായിരിക്കും യൂസ് ചെയ്യാം? ലെഫ്റ്റ് ഹാൻഡ് ജോയിൻ. എന്തുകൊണ്ടാ? കസ്റ്റമർ ഡാറ്റയിലുണ്ട്, പക്ഷെ ആളെ ഇവിടെ ഇല്ല, സെയിൽസ് ഡാറ്റയിലില്ല. ഇവിടെ ഒരു കസ്റ്റമർ ഇവിടുന്ന് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ആളുടെ ID ഇവിടെ പോകും, സെയിൽസ് ഡാറ്റയുടെ അകത്തോട്ട് പോകും. ആള് ഇതുവരെ വാങ്ങാത്തവരാണെങ്കിൽ ഒരിക്കലും എന്തുണ്ടാവില്ല, ID ഇവിടെ വന്നിട്ടുണ്ടാവില്ല. ഇപ്പൊ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ടേബിളിലുണ്ട്, റൈറ്റ് ടേബിളിൽ ഇല്ല. ഇപ്പൊ എന്ത് യൂസ് ചെയ്യാം? ലെഫ്റ്റ് ഹാൻഡ് ജോയിൻ. ഇവിടെ എന്ത് ചെയ്യും? ഇതുവരെ വാങ്ങാത്ത ആൾക്കാരുടെ ഡീറ്റെയിൽസ് കിട്ടും. അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? അവരങ്ങോട്ട് അട്രാക്ട് ചെയ്യാൻ കുറെ ഡിഫറെന്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എനിക്ക് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് സിനാരിയോസിൽ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ജോയിൻസിന്റെ കൺസെപ്റ്റ് തന്നെയാണ് ആന്റി ജോയിൻസ്. ഓരോ ജോയിൻസും ഇതുപോലെ പ്രാക്ടിക്കൽ സിനാരിയോസ് വെച്ചിട്ട് തന്നെ പഠിക്കണം. ചിലപ്പോൾ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും: എക്സ്പ്ലെയിൻ ജോയിൻ കൺസെപ്റ്റ് വിത്ത് പ്രാക്ടിക്കൽ സിനാരിയോ. നിങ്ങൾക്ക് ജോയിൻ എന്താണെന്ന് അറിയാം, ബട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? ആ ഒരു സിനാരിയോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സിനാരിയോ കണ്ടുപിടിക്കുമ്പോൾ മാക്സിമം എല്ലാവർക്കും മനസ്സിലാകുന്ന ടൈപ്പ് ഓഫ് സിനാരിയോസ് യൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങളൊരു സ്പോർട്സിനെ ബേസ് ചെയ്താൽ പറയുന്നെങ്കിൽ ചിലപ്പോൾ ഇന്റർവ്യൂവർക്ക് ചിലപ്പോൾ ആ ഡൊമൈൻ അറിയില്ലെങ്കിൽ എന്തോ ക്രോസ് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്ന ടൈപ്പ് ഓഫ് സിനാരിയോസ് മാക്സിമം ഫോക്കസ് ചെയ്യും. ഇത് ഈ ഒരു എന്താണ് എക്സാമ്പിൾ പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. എന്തുകൊണ്ടാണ്? ഇതറിയാത്ത ആരും ഈ ലോകത്ത് ഉണ്ടാവില്ല, സെയിൽസിനെ പറ്റിയിട്ട് ധാരണ ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. അപ്പോൾ മാക്സിമം ജനറൽ ആയിട്ടുള്ള കുറച്ച് സിനാരിയോസ് ഉണ്ടാവും, അത് ഫോളോ അപ്പ് ചെയ്യാം. ക്ലിയർ ആണ് എല്ലാവർക്കും? അപ്പോൾ 6 ജോയിനും എല്ലാവർക്കും ഓക്കെ ആണോ? ഓൺലൈൻ എല്ലാവർക്കും 6 ജോയിന്റെ കൺസെപ്റ്റ് ഓക്കെ ആണോ? Yes, sir. ഓക്കെ, ഓൺലൈൻ എന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഒരു എക്സൽ ഫയലിന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നല്ലോ. Yes, sir. ഞാനിവിടെ നമ്മുടെ പവർ ക്വറിയിൽ ഈ ഒരു കൺസെപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഈ 2 ടേബിളാണ് യൂസ് ചെയ്യുന്നത്.
ഫസ്റ്റ് ടേബിളിന്റെ പേര് എംപ്ലോയി ടേബിൾ എന്നും സെക്കൻഡ് ടേബിളിന്റെ പേര് ഡിപ്പാർട്ട്മെന്റ് ടേബിൾ എന്നുമാണ്. എംപ്ലോയി ടേബിളിനകത്ത് 3 കോളംസ് ആണുള്ളത്. എംപ്ലോയി ഐ ഡി, എംപ്ലോയി നെയിം, ഡിപ്പാർട്ട്മെന്റ് ഐ ഡി. റൈറ്റ് ടേബിളിനകത്ത് 2 കോളംസ് ഉള്ളത്. ഡിപ്പാർട്ട്മെന്റ് ഐ ഡിയും ഡിപ്പാർട്ട്മെന്റിന്റെ പേര്. ഓക്കെ, ഞാൻ 6 ജോയിൻ ചെയ്യുമ്പോഴും ലെഫ്റ്റ് ടേബിൾ എപ്പോഴും ആരായിരിക്കും? ഇതായിരിക്കും. റൈറ്റ് ടേബിൾ എപ്പോഴും ഇതായിരിക്കും. ഓക്കെ അല്ല എല്ലാവർക്കും? ഓക്കെ, ഇപ്പൊ ഈ 2 ടേബിൾ തമ്മിൽ ഞാൻ ലെഫ്റ്റ് ഔട്ടർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര റോസ് റിട്ടേൺ തരും? നിങ്ങൾ ആ റോസിന്റെ എണ്ണം പറഞ്ഞാൽ മതി. ഈ 2 ടേബിൾ തമ്മിൽ ഞാൻ ലെഫ്റ്റ് ഔട്ടർ ജോയിൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ എത്ര റോസ് റിട്ടേൺ ചെയ്ത് തരും? ലെഫ്റ്റ് ഔട്ടർ ജോയിൻ. ഇത് പറഞ്ഞാൽ എനിക്ക് അത്രത്തോളം കൺസെപ്റ്റ് മനസ്സിലായി എന്ന് എനിക്ക് മനസ്സിലാവും. ഓൺലൈൻ ആൻസർ ജസ്റ്റ് ആ ചാറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തിട്ടോ. 3 ആണോ 4 ആണോ 6 ആണോ? 6 ആയി. ഓൺലൈൻ എല്ലാവരും നിങ്ങളുടെ ആൻസർ ജസ്റ്റ് ചാറ്റ് ബോക്സിലോട്ട് മെൻഷൻ ചെയ്ത് വെച്ചേക്കട്ടോ. ആരൊക്കെ 6 പറയുന്നത്? ആരൊക്കെ 4 പറയുന്നത്? ആരൊക്കെ 6 പറയുന്ന ആൾക്കാർ ആരൊക്കെ? ആരൊക്കെ 4 പറയുന്നത്? ആരെങ്കിലും 3 പറയുന്നുണ്ടോ? 1 2 3 4 5 6. ഇതിലേതാ? 6 തന്നെയാണോ? എന്തുകൊണ്ടാ 6 എന്ന് പറയാനുള്ള റീസൺ? ലെഫ്റ്റ് ടേബിളിലെ എല്ലാ റോസും റൈറ്റ് ടേബിളിലെ മാച്ചിങ് റോസും ഞാനുള്ളത്. ഇപ്പൊ ലെഫ്റ്റിൽ എല്ലാ റോസ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എത്രയായി? 6 റോസ് ആയല്ലേ? തന്നെ അവിടെ 6 എന്നുള്ള ആൻസർ കിട്ടി. ഇപ്പൊ ഇതെന്തായി? ലെഫ്റ്റ് ടേബിൾ എല്ലാം മതി. ഞാനിവിടെ ഈസിക്ക് വേണ്ടി കോപ്പി പേസ്റ്റ് ചെയ്യുന്നതാണ്, ഇങ്ങനെ നടക്കണമെന്നില്ല. ഇതിവിടെ മാച്ചിങ് ആരാ? ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ടു ഡിപ്പാർട്ട്മെന്റ് ഐ ഡി. അപ്പോൾ ലെഫ്റ്റ് ഔട്ടർ ജോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ടേബിളിലോട്ട് നമ്മൾ എന്ത് ചെയ്യും? റൈറ്റ് ടേബിളിൽ നിന്ന് ആൾക്കാരെ കോൾ ചെയ്യുക അല്ലെങ്കിൽ ആഡ് ചെയ്യുക എന്നുള്ള പ്രോസസ് ആയിരിക്കും. അതായത് ലെഫ്റ്റ് ടേബിളിലോട്ട് റൈറ്റ് ടേബിളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? പുള്ള് ചെയ്തെടുക്കുക. അപ്പോൾ എംപ്ലോയി ടേബിളിലോട്ട് ഡിപ്പാർട്ട്മെന്റ് ടേബിളിൽ നിന്ന് ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ കോൾ ചെയ്യുക. അപ്പോൾ മാച്ചിങ് എങ്ങനെ ഫോളോ ചെയ്യാം? എംപ്ലോയി ടേബിളിലെ ഡിപ്പാർട്ട്മെന്റ് ഐ ഡി എടുത്തിട്ട് എങ്ങോട്ട് പോകും? ഡിപ്പാർട്ട്മെന്റ് ടേബിളിലോട്ട് പോകും. ഇവിടുന്ന് 101 എടുത്തിട്ട് നേരെ ഡിപ്പാർട്ട്മെന്റ് ടേബിളിൽ പോയി ചെക്ക് ചെയ്യും അവിടെ ഉണ്ടോ ഇല്ലയോ. ഉണ്ടെങ്കിൽ അതിന് എന്താണ് റിലേറ്റ് ചെയ്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആരെയാണോ ആവശ്യമായിട്ടുള്ളത്. എനിക്ക് വേണ്ടത് ഡിപ്പാർട്ട്മെന്റ് പേരിനെയാണ്. എന്ത് ചെയ്തു? ഞാൻ ഡിപ്പാർട്ട്മെന്റ് പേരിനെ മാത്രം ഫെച്ച് ചെയ്യാണ്. ആരാണ് ഇവിടെ വരുക? എഞ്ചിനീയറിംഗ്. സെക്കൻഡ് റോയിലോട്ട് വന്നു. 102 മാച്ചിങ് ഉണ്ട്. അവിടെ ആര് തന്നെ എടുക്കുക? സെയിം നെയിം തന്നെ. മാർക്കറ്റിംഗ്. വീണ്ടും 101 അത് തന്നെ വരും. എഞ്ചിനീയറിംഗ് തന്നെ വീണ്ടും റിപ്പീറ്റ് ആകും. ഇവിടെയോ ഫിനാൻസ് വരും. ഇവിടെയോ ഇവിടെ നള്ളുണ്ട്, അപ്പുറത്ത് ആരില്ല? നള്ളില്ല. അപ്പൊ നോ മാച്ചിങ് കണ്ടീഷനായി ഇവിടെ റൈറ്റ് സൈഡിൽ നിന്ന് റിട്ടേൺ ചെയ്യും, നള്ള് റിട്ടേൺ ചെയ്യും. ഇനി എന്താണ്? എംപ്ലോയി ടേബിൾ 104 ഉണ്ട്. ഡിപ്പാർട്ട്മെന്റ് ടേബിൾ ഉണ്ടോ ചെക്ക് ചെയ്യും. എന്താണ്? നോ മാച്ചിങ് ആയി എന്ത് റിട്ടേൺ ചെയ്യും? നള്ള് റിട്ടേൺ ചെയ്യും. 4 മാച്ച്, 2 നോ മാച്ചിങ് ആയി ഉണ്ടോ. ടോട്ടൽ 6 റോസ്. ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ, അങ്ങനെയാണല്ലോ. അടുത്തത് ഞാൻ ഈ 2 ടേബിളും വെച്ചിട്ട് റൈറ്റ് ഔട്ടർ ജോയിൻ പെർഫോം ചെയ്യും. എത്ര റോസ് റിട്ടേൺ ചെയ്യും? കറക്റ്റ് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഈ 2 ടേബിളും വെച്ചിട്ട് ഞാൻ റൈറ്റ് ഔട്ടർ ജോയിൻ പെർഫോം ടേബിളും ഇത് ലെഫ്റ്റ് ടേബിളും എത്ര റോസ് റിട്ടേൺ തരും? നിങ്ങൾക്ക് തന്നെ ആ ഒരു കൺസെപ്റ്റ് എടുക്കാം, എങ്ങനെയായിരിക്കും വരുവാണെങ്കിൽ. ഓൺലൈൻ നിങ്ങളുടെ ആൻസർ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്ത് കേട്ടോ. ഒരു ആൻസർ ആയി 5 ആയി, 4 ആയി, പിന്നെ 5, 4, പിന്നെ 7, 6 ഒക്കെ ഉണ്ടോ?
1 മുതൽ 10 വരെ. 5. അവിടെ എത്ര ബാക്കിയുള്ള ആൻസർ എത്രയാ? എത്രയാ? 5 കൂടിയോ? 5 തന്നെയാണോ? ഉറപ്പാണോ? 4 അല്ല? അവിടെയോ? ഏ നോക്കാം. അവിടെ എന്താ ആൻസർ ലാസ്റ്റ് ഇരിക്കുന്നുണ്ട്? 5 തന്നെയാണോ? 4 അല്ല? 3 അല്ല? 7 അല്ല? ഇവിടെയോ? ഇവിടെ എത്ര ആൻസർ? 4ആണോ? 3 5 അല്ല? ഉറപ്പാണോ? 4 പേർക്ക് ഉറപ്പാണ് 4ആണെന്നുള്ളത്? ഒരിക്കലും മാറില്ല? എവിടെയോ? 4 പേരുടെ ആൻസർ 4ആണോ? ആണോ? എനിക്കറിയില്ല, നിങ്ങളല്ലേ പഠിച്ചത്. എനിക്കറിയില്ല, എനിക്ക് ചെയ്തു നോക്കിയാൽ എനിക്ക് ആൻസർ പറയാൻ പറ്റും. എന്നെക്കാളും കൂടുതൽ ഇത് പഠിച്ചതാരാ? നിങ്ങളല്ലേ. അല്ല, 2 സ്ഥലത്ത് നിങ്ങൾ പഠിച്ചേ. ഓൺലൈനിൽ 2 ആൻസർ ഉണ്ട്. 4 അല്ലെങ്കിൽ 5 അത് വേണ്ട, ഏതെങ്കിലും 1 മതി. ഓക്കെ. റൈറ്റ് ജോയിൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ അത്രമാത്രമേ റൈറ്റ് ജോയിൻ എന്ന് എന്താ? റൈറ്റ് ടേബിൾ എല്ലാ റോസും ലെഫ്റ്റ് ടേബിളിലെ മാച്ചിങ് റോസും. നമ്മൾ ഏത് ടേബിളിന്റെ കൂടെ എവിടുന്ന വാല്യൂന് കോൾ ചെയ്യാം? റൈറ്റ് ടേബിളിലേക്ക് ലെഫ്റ്റിൽ നിന്ന് എന്ത് ചെയ്യും? പുൾ അല്ലെങ്കിൽ ആഡ് ചെയ്യും. ഓക്കെ. അപ്പൊ റൈറ്റ് ടേബിൾ എന്താ ഉള്ളത്? ഡിപ്പാർട്ട്മെന്റ് ഡീറ്റെയിൽസ്. ഇവിടെ എന്താ ഉള്ളത്? എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ്. ആ ഡാറ്റ പഠിച്ചത് ഏകദേശം ഐഡിയ കിട്ടും. എന്താണ് ഒരു ഡിപ്പാർട്ട്മെന്റിൽ എത്ര എംപ്ലോയീസ് വർക്ക് ചെയ്യാം? ഒരു എംപ്ലോയി മാത്രമാണോ? ഒന്നിൽ കൂടുതൽ വർക്ക് ചെയ്യാം. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ എനിക്ക് ആൻസർ കിട്ടും. പിന്നെ വേറെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ എന്ത് ചെയ്യാം? റൈറ്റ് ടേബിളിലെ എല്ലാ റോസും എടുത്ത് വെച്ചു. ഓക്കെ. എനിക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്, എന്നെ ക്ലയന്റിന് വേണ്ടത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന്റെ പേര് കറക്റ്റ് കിട്ടണം. ഓക്കെ. അത് ഇവിടെ തന്നെ ഷോക്കേസ് ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ഇവിടുന്ന് നേരെ ഐഡിയ എടുത്തിട്ട് എങ്ങോട്ട് ചെക്ക് ചെയ്യും? എംപ്ലോയി ടേബിൾ ഒന്ന് ചെക്ക് ചെയ്യും. 101. നിങ്ങൾ ജസ്റ്റ് പ്രൈമറി കീ ഫോറിൻ കീ നിർത്താൽ മതി. ഇവിടെ എന്തായിരിക്കും? യുണീക്ക് ആയിരിക്കും, അത് ഒരിക്കലും റിപ്പീറ്റ് ആവില്ല. പക്ഷെ ഇപ്പുറത്തെ എലഗന്റ് ടേബിൾ എന്താവും? അത് ഒബ്വിയസ്ലി ഫോറിൻ കീ ആയിട്ട് മാറും. ആ ഒരു കൺസെപ്റ്റിലോട്ട് പോയാൽ മതി. 101 ഇപ്പുറത്ത് വന്നു. ഏതാണ് എംപ്ലോയി? ചോൺടോ. ഓക്കെ. സോറി, അത് ഇവിടെ വന്നു. ഓക്കെ. ഇനി ഇവിടെ എന്തുണ്ടാകാം? ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു എംപ്ലോയി മാത്രമായിരിക്കും? അല്ല. ഇപ്പൊ എന്ത് ചെയ്യും? ഈ 101 ഈ എൻറ്റയർ കോളത്തിന് ഫിൽട്ടർ ചെയ്യാൻ പോകുന്നത് ആക്ച്വലി. ഇത് ഇപ്പുറത്ത് ഇങ്ങോട്ട് പോകുമ്പോൾ ആക്ച്വലി അവർ ഫിൽട്ടർ പോലെ വർക്ക് ചെയ്യാം. ഇവിടെ ജസ്റ്റ് എന്താണ് ഫിൽട്ടർ പോലെ വർക്ക് ചെയ്യുക? ആരെ മാത്രം? 101 മാത്രം ഫിൽട്ടർ പോലെ വർക്ക് ആവും. ഇപ്പൊ 2 ആൾക്കാരെ കിട്ടിയല്ലേ. ഇപ്പൊ എങ്ങനെ പേര് പാസ് ചെയ്യും ഇവിടെ? ഇവിടെ ജോൺ ഡോ എന്നാണോ പാസ് ചെയ്യുക, അല്ലെങ്കിൽ ജോൺ ഡോ കോമ ബോബ് ജോൺസ് എന്നാണോ കോമ വരുക? ഒരിക്കലും അങ്ങനെയുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യുക. സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്ര എംപ്ലോയി ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മെഷീൻ എന്തേ പറയൂ? എഞ്ചിനീയർ ഒരു എംപ്ലോയി എന്നല്ലേ പറയുള്ളൂ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സ്പ്ലിറ്റ് ചെയ്ത് ഓർമ്മയുണ്ടോ? അപ്പൊ എങ്ങനെ കൊടുക്കാൻ പറ്റൂ? ഇവിടെ വീണ്ടും എന്ത് ഇൻസേർട്ട് ആവും? ഒരു റോ കൂടെ അവിടെ ഇൻസേർട്ട് ആവും. ഉം. അതിന്റെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പോലെ അവിടെ വരും. ഇവിടെ ആര് വരും? ബോബ് ജോൺസ് വരും. ഇതിനാണ് ഞാൻ ഇന്നലത്തെ ആ സ്പ്ലിറ്റിംഗ് പറഞ്ഞത്. ഇനി ഇവിടെ കോമിട്ട് കൊടുത്ത് എന്തായിരിക്കും അവസ്ഥ വരുക? കൗണ്ട് എടുക്കുമ്പോൾ നമുക്ക് എന്താ പറയൂ? ഒരാളെ ഇല്ലോ എന്ന് പറയും. അത് ഒഴിവാക്കണം. ഈ രീതിയിൽ മാത്രമേ ഇതിന് ഡാറ്റ എൻറ്റർ ചെയ്യാൻ പറ്റൂ. ഞാൻ പറഞ്ഞു ഇങ്ങനെ മാത്രമേ ഡാറ്റ എൻറ്റർ ആവൂ. അതാ പറഞ്ഞ ടേബിൾ ഇങ്ങനെ മാത്രമേ സ്റ്റോർ ചെയ്യൂ. ഇനി മാർക്കറ്റിംഗിലോട്ട് എത്ര എംപ്ലോയീസ് ഉണ്ട്? ഒരു എംപ്ലോയി മാത്രം. ആരാണ്? ജെയിൻ സ്മിത്ത്. ഇനി അടുത്തത് ഫിനാൻസ്. ആരാ ഉള്ളത്? ആലിസ് വില്യംസ്. ഇനി അടുത്തത് ആരാണ്? ഓപ്പറേഷൻസ്. ഓപ്പറേഷനിൽ ഏതെങ്കിലും എംപ്ലോയി ഉണ്ടോ? ഇല്ല. അപ്പൊ അടുത്ത് വരും നള്ള് വരും. ഇപ്പൊ ടോട്ടൽ എത്ര റോസ് ആയി? 5 റോസ്. ക്ലിയർ ആയോ? 4 പറഞ്ഞവർക്ക് ഏകദേശം ഐഡിയ കിട്ടിയോ? ഡാറ്റ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റൂ എത്ര എന്നുള്ളത്. 4 മിനിമം ഉണ്ടാവും, 4+ ആകാം. അതെങ്ങനെയാന്നുള്ളത് ഡാറ്റ കറക്റ്റ് നോക്കിയാൽ മാത്രമേ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റൂ.
എല്ലാവർക്കും ഓക്കെ ആണോ? ഒരിക്കലും കോമ ഇട്ടൊന്നും എഴുതൂല കേട്ടോ, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. കോമ ഇട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഗ്രൂപ്പ് ബൈ എന്ന് ചെയ്യുന്ന സമയത്ത് കൗണ്ട് ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല. അത്ര മാത്രം നിങ്ങൾ ആലോചിച്ചാൽ. ഓക്കെ, ഓൺലൈൻ എല്ലാവരും ക്ലിയർ ആണോ? Yes, sir. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഫുൾ ഔട്ടർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര റോസ്? ഫുൾ ഔട്ടർ ജോയിൻ ലെഫ്റ്റ് ചെയ്താൽ 6ഉം റൈറ്റ് ചെയ്താൽ 5ഉം. ഇങ്ങനെയാണ് ഫുൾ ഔട്ടറിന് എത്ര? ഓപ്ഷൻസ് വേണോ? എന്താ ഫുൾ ഔട്ടർ എന്താ? കോമ്പിനേഷൻ ഓഫ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, അല്ലെങ്കിൽ രണ്ട് ടേബിളിലെയും എല്ലാ റോസും. പത്താണോ 11ആണോ 7ആണോ 8ആണോ അല്ല ഇനി 30ആണോ 24ആണോ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾ മാക്സിമം കൺഫ്യൂഷൻ ആക്കാൻ നോക്കുന്നുണ്ടോ? 7 തന്നെയാണോ? 10 എന്താ പറയുക, രണ്ട് ടേബിൾ എല്ലാ റോസും അല്ലേ? 6 എന്നാലും 10 ഉം. ഓക്കെ, 7 ഏതൊക്കെ ആയിരിക്കും? 7 റോസ് ഏതൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. സെയിം തന്നെ. എന്താണ്? ഫസ്റ്റ് ലെഫ്റ്റ് ടേബിൾ എല്ലാവരും വരും. അതായത് രണ്ട് ടേബിൾ എല്ലാ റോസും അല്ലേ? ലെഫ്റ്റ് ടേബിൾ എല്ലാവരും വന്നു. ഇത് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? അപ്പുറത്ത് ഇങ്ങോട്ട് വാല്യൂസിന് ആഡ് ചെയ്യുക ചെയ്യാല്ലേ? ഇപ്പൊ ഇവിടുന്ന് എന്ത് ചെയ്യും? 10 അടുത്ത് ഇങ്ങോട്ട് പോകും. ഇനി രണ്ടാളെ കൊണ്ട് എന്ത് രണ്ടാളെ എടുക്കാം. നമ്മുടെ പ്രിഫറൻസ് ആണ്. ഞാൻ രണ്ടാളെ ഇത് ഇവിടെ കൊണ്ടുവച്ചു. ഇനി എന്ത് ചെയ്യും? 102 ഇങ്ങനെ ഇവിടെ രണ്ടാളും രണ്ടാളെ എടുത്തു. ഇവിടെ 103, സോറി 101 ഒന്നുകൂടെ വന്നു. അത് ഇവിടെ ഒന്നുകൂടെ വന്നു. ഇനി എന്തായി? 103 ഇവിടെ വന്നു. ഇവിടെ വല്ലതും ഉണ്ടോ? ഇല്ല. ഇവിടെ നള്ള്, തൊട്ടിപ്പുറത്തും നള്ള്, താഴെയോ അവിടെയും നള്ള്, ഇവിടെയും നള്ള്. ഇതിപ്പോ ഏത് ജോയിൻ ആയി? ലെഫ്റ്റ് ഔട്ടർ ജോയിൻ ആയി. ഇപ്പൊ എന്തായി? ലെഫ്റ്റ് ടേബിൾ എല്ലാ റോസും എത്തി. റൈറ്റ് ടേബിൾ എല്ലാ റോസും എത്തിയോ? ഇല്ല, മാച്ചിങ് മാത്രം എത്തി. ഇനി എന്ത് ചെയ്യണം? റൈറ്റ് ടേബിളിൽ കുറച്ച് മാച്ചിങ് നോ മാച്ചിങ് ഉള്ള ആൾക്കാരുണ്ട്. അവരെന്ത് ചെയ്യണം? ഇങ്ങോട്ട് കൊണ്ടുവരണം. ആരാതില്ലേ? 105 ഓപ്പറേഷൻ മാർക്ക്. ഇപ്പൊ എന്ത് ചെയ്തു? അതെടുത്ത് ഇപ്പുറത്ത് വെക്കും. അപ്പൊ എന്തായി? ഇപ്പുറത്ത് മുഴുവനും നള്ള് വരും. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അപ്പൊ എന്തായി? രണ്ട് ടേബിളിലെയും എല്ലാ ആൾക്കാരും പോയത് എല്ലാ റോസും വന്നു കഴിഞ്ഞുണ്ടാവും. അപ്പൊ ടോട്ടൽ എത്ര റോസ് ആയി? 7 റോസ്. ഇനി അടുത്തത് ഇന്നർ ജോയിൻ. ഇന്നർ ജോയിൻ ചെയ്താൽ എത്ര റോസ്? എത്രയായിരിക്കും? അത് പെട്ടെന്ന് പറയാല്ലേ? 4 റോസ്. അവിടെ ആരുണ്ടാവില്ല? നൾ ആരും ഉണ്ടാവില്ല. ഈ 3 ആൾക്കാരെ റിമൂവ് ചെയ്താൽ മതി. എന്തായി? ഇന്നർ ജോയിൻ. ഇന്നർ ജോയിനിൽ ഒരിക്കലും ആരുണ്ടാവില്ല? നൾ വാല്യൂസ് ഉണ്ടാവും. ഇനി അടുത്തത് ലെഫ്റ്റ് ആന്റി ജോയിൻ. ലെഫ്റ്റ് ആന്റി ജോയിൻ ആണെങ്കിൽ എത്ര റോസ് ഉണ്ടാവും? ലെഫ്റ്റിലുണ്ട്, റൈറ്റിലില്ല. എത്രയായിരിക്കും? 2. ആരൊക്കെ ആയിരിക്കും രണ്ടാൾക്കാര്? ഷാർലി ബ്രൗണും സൂസൻ. എന്തുകൊണ്ടാ? അവർ ലെഫ്റ്റ് ടേബിൾ ഉണ്ട്, അവർക്ക് ഒരിക്കലും മാച്ചിങ് എവിടെ ഇല്ല? റൈറ്റ് ടേബിൾ ഇല്ല. ഇനി അടുത്തത് റൈറ്റ് ആൻഡ് ജോയിൻ. ആരായിരിക്കും? ഇതുവരെ ഒരു എംപ്ലോയിനെ പോലും അസൈൻ ചെയ്യാത്ത ഡിപ്പാർട്ട്മെന്റ് ഏതാണ്? ഇതാണ് 105 ഓപ്പറേഷൻ. അത് ഡിപ്പാർട്ട്മെന്റ് ടേബിളിൽ ഉണ്ട്, പക്ഷെ ആൾക്കൊരിക്കലും എവിടെ മാച്ചിങ് ഇല്ല? ലെഫ്റ്റ് ടേബിളിൽ, എംപ്ലോയി ടേബിളിൽ മാച്ചിങ് ഇല്ല. അപ്പൊ 6 ജോയിൻസിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയോ? നിങ്ങൾ പഠിച്ച ജോയിൻസിന്റെ കൺസെപ്റ്റ് എക്സാക്ട്ലി സെയിം ആണോ? ഇത് പവർ ക്വറിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് കേട്ടോ.
ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഈ ഡാറ്റ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്ത് തരാം. ഡാറ്റ സെറ്റ് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഓൺലൈൻ സൂര്യയുടെ കയ്യിൽ ഡാറ്റ ഉണ്ടോ? സർ ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഡ് ആയിരുന്നു. ജസ്റ്റ് ആ ഒരു എക്സൽ ഫയൽ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് പവർ ക്വറി ഓപ്പൺ കൂടെ ചെയ്യുക കേട്ടോ. ലോഡ് ചെയ്യാൻ വരട്ടെ. ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞോ? പവർ ക്വറിയിലോട്ട് ലോഡ് ചെയ്യുമ്പോൾ എന്താ ചെയ്യാം? ന്യൂ സോഴ്സ് എക്സൽ വർക്ക് ബുക്ക്. ഞാൻ അയച്ചിരിക്കുന്ന ഫയൽ എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അതിലോട്ട് വരിക. ജോയിൻസ് അവിടെ എന്ത് പാസ് ചെയ്യാം? ഇപ്പൊ ഒരു നാവിഗേറ്റർ വിൻഡോ ഓപ്പൺ ആയിട്ട് ആയിരിക്കും ആവശ്യമായിട്ടുള്ളത്? ടേബിൾ 1ഉം ടേബിൾ 2ഉം. അപ്പൊ രണ്ട് ടേബിൾ ഒരുമിച്ച് എന്ത് ചെയ്യണം? ലോഡ് ചെയ്യണം. ആ രണ്ട് ടേബിളും ജസ്റ്റ് അവിടെ എന്ത് ചെയ്യുക? ടിക്ക് ചെയ്യുക. ടേബിൾ 1ഉം ടിക്ക് ചെയ്യുക, 2ഉം ടിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ എന്ത് പാസ് ചെയ്യാം? ഓക്കെ. അപ്പൊ രണ്ടും ഒരുമിച്ച് ലോഡാവും. അതിൽ ഏതെങ്കിലും ഒരു ടേബിൾ മേ ബി ലോഡാകാതെ ഇഷ്യൂ കാണിക്കുന്നുണ്ടാവും. അതിന്റെ മുകളിൽ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാകും. ഒന്നുകിൽ ടേബിൾ 1ന്റെ മുകളിലാകാം, അല്ലെങ്കിൽ ടേബിൾ 2ന്റെ മുകളിലാകാം. ഏതെങ്കിലും ഒന്നിന്റെ മുകളിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻ മാർക്ക് വരുന്ന ടേബിൾ സെലക്ട് ചെയ്യാം. അത് പ്രോപ്പർലി റീഫ്രഷ് വർക്ക് ആവാത്തതിന്റെ ഇഷ്യൂ നിങ്ങൾക്ക് അവിടെ കാണാം. റിവ്യൂ റീഫ്രഷ് വാസ് ക്യാൻസൽ. ഇപ്പൊ എന്ത് ചെയ്യാം? ജസ്റ്റ് മുകളിൽ പോയിട്ട് ഒന്ന് റീഫ്രഷ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡിയാവും. ഏതെങ്കിലും ഒരു ടേബിളിന് മുകളിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. ആ ടേബിൾ സെലക്ട് ചെയ്യുക, പോയിട്ട് റീഫ്രഷ് കൊടുത്തു കഴിഞ്ഞാൽ അത് റെഡിയാവും. എല്ലാവരും രണ്ട് ടേബിൾ ലോഡ് ചെയ്ത് കഴിഞ്ഞോ? അതിനുശേഷം ആ ഫസ്റ്റ് ടേബിളിന്റെ പേര്, അത് 3 കോളം വരുന്ന ടേബിളിന്റെ പേര് എംപ്ലോയി ടേബിൾ എന്ന് റീനെയിം ചെയ്യാം. റീനെയിം ചെയ്യാൻ ആ ടേബിളിന്റെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. നമ്മൾ കോളത്തിന്റെ പേര് റീനെയിം ചെയ്ത പോലെ ജസ്റ്റ് അതിന്റെ പേരിന് മുകളിൽ വെച്ചിട്ട് ഡബിൾ ടാപ്പ് ചെയ്താൽ ടേബിളിന്റെ പേര് റീനെയിം ചെയ്യാൻ പറ്റും. എന്ത് പാസ് ചെയ്തു? എംപ്ലോയി ടേബിൾ എന്ന് പാസ്, എംപ്ലോയി അണ്ടർസ്കോർ ടേബിൾ എന്ന് പാസ് ചെയ്തു. അതുപോലെ ആ ടേബിൾ 2 രണ്ട് കോളംസ് വരുന്ന ടേബിൾ, അതിന്റെ പേര് റീനെയിം ചെയ്തിട്ട് ഡിപ്പാർട്ട്മെന്റ് ടേബിൾ എന്നും പേര് പാസ് ചെയ്യാം. ഡിപ്പാർട്ട്മെന്റ് ടേബിൾ. എംപ്ലോയി ടേബിളും ഡിപ്പാർട്ട്മെന്റ് ടേബിളും. ഓൺലൈൻ ഇത്രയും ചെയ്ത് കഴിഞ്ഞവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്, ഇത്രയും ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. ഓഫ്ലൈൻ ചെയ്ത് കഴിഞ്ഞോ? ഓക്കെ. ഞാനിവിടെ 6 ജോയിനും പെർഫോം ചെയ്യാൻ പോവാണ്. 6 ജോയിൻ പെർഫോം ചെയ്യുമ്പോഴും ഏതായിരിക്കും എന്റെ ലെഫ്റ്റ് ടേബിള്? എംപ്ലോയി ടേബിൾ ആയിരിക്കും ലെഫ്റ്റ് ടേബിള്, ഡിപ്പാർട്ട്മെന്റ് ടേബിൾ ആയിരിക്കും റൈറ്റ് ടേബിൾ. അതിന് യാതൊരു വ്യത്യാസം വരാൻ പോകുന്നില്ല കേട്ടോ. ഓക്കെ. അപ്പൊ ഇവിടെ ജോയിൻസ് അല്ല ഇതിനെ കോൾ ചെയ്യാം. ഇവിടെ ടേബിൾ വിളിക്കുന്ന പേരെന്താ? ക്വറീസ്. അപ്പൊ എന്താണ്, രണ്ട് ടേബിൾ തമ്മിൽ നമ്മളിവിടെ മെർജ് ചെയ്യാനാണ് പോകുന്നത്. നമ്മൾ കോളംസ് തമ്മിൽ മെർജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ എന്താണ്, ടേബിൾ തമ്മിൽ മെർജ് ചെയ്യാൻ പോവാണ്. എന്തിനെ ബേസ് ചെയ്തിട്ട്? മാച്ചിങ് കോളത്തിനെ ബേസ് ചെയ്തിട്ട്. അതുകൊണ്ട് ഇവിടെ അതിനെ വിളിക്കുന്ന പേരാണ് മെർജ് ക്വറീസ്. മെർജ് ക്വറീസ് ആണ് ഇവിടെ കോൾ ചെയ്യുക. ഒരിക്കലും ടേബിൾ എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. എന്താണ്,
queries എന്നാണ് കോൾ ചെയ്യുക. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് merge queries. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഏത് ടേബിളിന്റെ കൂടെയാണോ ഡാറ്റേനെ ആഡ് ചെയ്യുന്നത് ആ ടേബിൾ ഫസ്റ്റ് അങ്ങ് സെലക്ട് ചെയ്യാം. അപ്പം എംപ്ലോയി ടേബിളിന്റെ കൂടെയാണ് ഡിപ്പാർട്ട്മെന്റ് ടേബിളിൽ നിന്ന് ഡാറ്റ ആഡ് ചെയ്യുന്നതെങ്കിൽ ആ ടേബിൾ ചൂസ് ചെയ്യാം. അങ്ങനെ കുറച്ചുകൂടെ ബെസ്റ്റ് വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഹോം ടാബിലോട്ട് വരിക. ഹോം ടാബിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് ഒരു ഗ്രൂപ്പ് കാണാൻ പറ്റും, കമ്പൈൻ ഗ്രൂപ്പ്. അതാണ് കമ്പൈൻ ചെയ്യണം. അതിനുള്ള ഗ്രൂപ്പാണ് കമ്പൈൻ ഗ്രൂപ്പ്. അവിടെ രണ്ടാൾക്കാരെ കാണാൻ പറ്റും, അപ്പൻഡും മെർജും. നമുക്ക് ഏതാ വേണ്ടത്? മെർജ് കൊറീസ്. ആ മെർജ് കൊറീസിന്റെ റൈറ്റ് സൈഡിൽ ഒരു ഡ്രോപ്പ് ഡൗൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും, മെർജ് കൊറീസും മെർജ് കൊറീസ് ആസ് ന്യൂ. എന്തായിരിക്കും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? മെർജ് കൊറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ടേബിളിലോട്ട് തന്നെ എന്താവും ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. മെർജ് കൊറീസ് ആസ് ന്യൂ എന്ന് പറഞ്ഞാലോ ഔട്ട്പുട്ട് പുതിയൊരു ടേബിളിലായിരിക്കും സ്റ്റോർ ചെയ്യുക. അത് ട്രാൻസ്ഫോമും ആഡ് കോളും ടാബും പോലെയുള്ള ഒരു വ്യത്യാസം. മെർജ് കൊറീസ് പറഞ്ഞാൽ ഞാൻ സെലക്ട് ചെയ്ത എംപ്ലോയി ടേബിളിൽ തന്നെ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. മെർജ് കൊറീസ് ആസ് ന്യൂ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് പുതിയൊരു ടേബിളായിട്ട് റിട്ടേൺ ചെയ്യാം. ഞാൻ രണ്ടും ചെയ്ത് കാണിച്ചു തരാം, നിങ്ങളോട് ശ്രദ്ധിക്ക്, പാരലൽ ചെയ്യരുത്. എന്ത് ചെയ്തു? ഫസ്റ്റ് മെർജ് കൊറീസ് ആണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിട്ട് മാത്രം. ഇപ്പൊ എന്തായി? ഇവിടെ നിങ്ങൾക്ക് പറയും സെലക്ട് ടേബിൾ ആൻഡ് മാച്ചിങ് കോളം ടു ക്രിയേറ്റ് എ മെർജ് ടേബിൾ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സെലക്ട് ചെയ്ത ടേബിളോട് ഫിക്സഡ് ആയി ഉണ്ടാവും, പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഫിക്സ് ആയി. സെക്കൻഡ് ടേബിൾ ഫസ്റ്റ്, ഇവിടെ ലെഫ്റ്റ് റൈറ്റ് എന്നല്ല, ഫസ്റ്റ് സെക്കൻഡ് എന്നാണ് കേട്ടോ. ഫസ്റ്റ് മീൻസ് ലെഫ്റ്റ്, സെക്കൻഡ് മീൻസ് റൈറ്റ്. ഓക്കെ, പിന്നെ സെക്കൻഡ് ഏതായിരിക്കും? റൈറ്റ് ടേബിൾ ഏതായിരിക്കും? ഡിപ്പാർട്ട്മെന്റ് ടേബിൾ. പക്ഷെ ഇവിടെ ഓക്കെ ബട്ടൺ എനേബിൾ ആവുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? കാണുന്നില്ല. ഇവിടെ ഓക്കെ ബട്ടൺ എനേബിൾ ആകുന്നില്ല. എന്തുകൊണ്ടായിരിക്കും? ഏത് ജോയിൻ ആണൊക്കെ അവിടെ ചൂസ് ആയി. എന്താണ് മാച്ചിങ് കോളം ഏതാണെന്ന് മെഷീന് പറഞ്ഞു കൊടുത്തില്ല. അത് കൊടുക്കില്ലല്ലോ. വെറുതെ രണ്ട് ടേബിൾ കൊടുത്തിട്ട് പോയിട്ട് മെർജ് ആവാൻ പറഞ്ഞാൽ വർക്ക് ആവുമോ? ഇല്ല. മാച്ചിങ് കോളം സെലക്ട് ചെയ്യണം, ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ടു ഡിപ്പാർട്ട്മെന്റ് ഐ ഡി. അതിനുശേഷം താഴെ ജോയിൻ കൈൻഡ് കാണാൻ പറ്റും. 6 ജോയിൻ ഉണ്ടാവും. ഇതിൽ ഏതാണ് വേണ്ടത് ചൂസ് ചെയ്തു. ലെഫ്റ്റ് ഔട്ടർ ചൂസ് ചെയ്തു. ഒരു കാരണവശാലും താഴെ വരുന്ന ഈ ഓപ്ഷൻ പോയിട്ട് ടിക്ക് ചെയ്യരുത്. അത് ഓക്കെ കാണാത്തപ്പോൾ എല്ലാവരും പോയിട്ട് ചെയ്യുന്ന കാര്യം, മാച്ചിങ് കോളം സെലക്ട് ചെയ്യുന്ന ഫസ്റ്റ് എന്ത് ചെയ്യും? ഇത് ടിക്ക് ചെയ്യും. ഇത് എൻറ്റയർ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഒരു ജോയിന്റെ കൺസെപ്റ്റ് ആണ്. ഔട്ട്പുട്ട് തന്നെ എന്ത് എൻറ്റയർ ചിലപ്പോൾ വേരി ചെയ്യാം. അതൊരിക്കലും ചെയ്യരുത് കേട്ടോ. മുകളിൽ നല്ല കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, സെലക്ട് ടേബിൾ ആൻഡ് മാച്ചിങ് കോളംസ് ഉണ്ടാവും. അതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, ഇപ്പൊ താഴെ ഡിസ്ക്രിപ്ഷൻ കാണാൻ പറ്റും. ദ സെലക്ഷൻ മാച്ചസ് 4 of 6 rows ഫ്രം ദ ഫസ്റ്റ് ടേബിൾ. എന്താ പറയുന്നത്? ഫസ്റ്റ് ടേബിളിലെ 6 റോസിൽ 4 ആൾക്ക് എന്ത് കിട്ടി? മാച്ചിങ് കിട്ടിയാണ്. എല്ലാം മെഷീൻ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്താൽ മതി? കുറച്ചൊന്ന് പ്രിസൈസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്താൽ മാത്രമല്ല. നേരെ എന്ത് പാസ് ചെയ്യാം? ഓക്കെ പാസ് ചെയ്യാം. കംപ്ലീറ്റ് ആയില്ല. ഇപ്പൊ എന്തായി? ഈ ടേബിളിന്റെ കൂടെ മറ്റേ കൊറി മെർജ് ആയി. ഇനി ഇവിടെ എക്സ്പാൻഡ് എന്ന് പറഞ്ഞൊരു പ്രോസസ് കൂടിയുണ്ട്. മീൻസ് അതിലെ ഏത് വാല്യൂസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്, ഫെച്ച് ചെയ്യേണ്ട വാല്യൂസ് അല്ലെങ്കിൽ കോളംസ്. ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ടേബിൾ മുഴുവനായിട്ട് വന്നു. അതിന്റെ റൈറ്റ് സൈഡിൽ എന്ത് കാണാം? ഒരു എക്സ്പാൻഡ് ഐക്കൺ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ചോദിക്കും ഇതിൽ ആരെയാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. ഒന്നുകിൽ രണ്ടാളെയും എടുക്കാം, ഇല്ലെങ്കിൽ ഒരാളെ മാത്രം എടുക്കാം. ഞാൻ എന്ത് ചെയ്തു? ഡിപ്പാർട്ട്മെന്റ് നെയിം മാത്രം ചൂസ് ചെയ്തു. പിന്നെ താഴെ ഒരു ഓപ്ഷൻ ഉണ്ടാവും, യൂസ് ഒറിജിനൽ കോളം നെയിം ആസ് പ്രിഫിക്സ്. അത് ആ ഡിപ്പാർട്ട്മെന്റ് ടേബിൾ എപ്പോഴും അവിടെ കാണിച്ചുകൊണ്ടിരിക്കും. അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അൺടിക്ക് ചെയ്യാം. ഞാനിവിടെ ഓക്കെ പാസ് ചെയ്തു. ഇപ്പൊ കണ്ടോ, ജസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നെയിം മാത്രം അവിടെ എക്സ്പാൻഡ് ആവും. അപ്പൊ അപ്ലൈഡ് സ്റ്റെപ്പിൽ വന്നു കഴിഞ്ഞാൽ രണ്ട് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും, മെർജ് കൊറീസും എക്സ്പാൻഡ് ഡിപ്പാർട്ട്മെന്റ് ടേബിൾ. അത് മെർജ് കൊറീസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ആവശ്യമുള്ള ആൾ എപ്പോഴും എക്സ്പാൻഡ് കൂടെ ചെയ്യണം. ക്ലിയർ ആയോ? പിന്നെ പവർ ക്വറി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും ഫസ്റ്റ് ടേബിളിലെ എല്ലാ കോളംസും അതുപോലെ തന്നെ അവിടെ ഉണ്ടാവും. റോസിൽ കൺട്രോൾ ഉണ്ടാവും, കോളംസ് എല്ലാം അതുപോലെ ഉണ്ടാവും. നമുക്ക് സെക്കൻഡ് ടേബിളിലെ കോളത്തിനെ മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റൂ. ഫസ്റ്റ് ടേബിളിലെ കോളത്തിന് എന്ത് ചെയ്യാൻ പറ്റില്ല? കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഉണ്ടാവും. ഫസ്റ്റ് ടേബിളിൽ 3 കോളം ഉണ്ടായിരുന്നു, അത് 3 അവിടെ തന്നെ അതുപോലെ ഉണ്ടാവും.
സെക്കൻഡ് ടേബിളിലെ കോളത്തിനെ മാത്രമേ നമുക്ക് എപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റൂ. ഇപ്പോൾ മെർജ് ക്വറീസ് എന്താണെന്ന് ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഇവിടെ ഇനി എനിക്ക് അടുത്ത ജോയിൻ പെർഫോം ചെയ്യാൻ പറ്റുമോ? ഇല്ല, ഒറിജിനൽ ടേബിളിൽ ചേഞ്ചസ് വന്നു അല്ലേ. അതുകൊണ്ട് ഞാൻ ഇവിടെ മെർജ് ക്വറീസ് അല്ല ചെയ്യാൻ പോകുന്നത്. എല്ലാ ജോയിനും ചെയ്യുമ്പോഴും മെർജ് ക്വറീസസ് ന്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്തു, ഇത് ഞാൻ ജസ്റ്റ് റിമൂവ് ചെയ്യാണ്. റിമൂവ് ചെയ്തു. ഇനി മെർജ് ക്വറീസ് എന്ത് സെലക്ട് ചെയ്തു? മെർജ് ക്വറീസസ് ന്യൂ. എനിക്കൊരു ഡിഫറൻസ് കാണാൻ പറ്റും. ഫസ്റ്റ് ടേബിൾ സെലക്ട് ചെയ്യാൻ പറ്റും, സെക്കൻഡ് ടേബിൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമല്ലോ. അതാണ് അവിടെ നിന്ന് ഡിഫറൻസ്. ഫസ്റ്റ് ടേബിൾ എംപ്ലോയി ടേബിൾ തന്നെ, സെക്കൻഡ് ടേബിൾ ഡിപ്പാർട്ട്മെന്റ് ടേബിൾ. ഏതാണ് മാച്ചിങ് കോളം? ഡിപ്പാർട്ട്മെന്റ് ഐ ഡി ടു ഡിപ്പാർട്ട്മെന്റ് ഐ ഡി, ലെഫ്റ്റ് ഔട്ടർ. ഓക്കെ. മെർജ് വൺ എന്ന് പറഞ്ഞ പുതിയൊരു ടേബിൾ ക്രിയേറ്റ് ആയി. ഇവിടെ എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്യണം. ഏത് ടേബിളിനെ? ഡിപ്പാർട്ട്മെന്റ് ടേബിളിനെ. ഇനി രണ്ടാളും വേണം എന്ത് ചെയ്യാം? രണ്ടാളെ എക്സ്പാൻഡ് ചെയ്യാം. കേട്ടോ, 4 മാച്ചിങ്ങും 2 നോ മാച്ചിങ്ങും. ഇനി ഇതുപോലെ എന്ത് ചെയ്യണം? റൈറ്റ് ഔട്ടർ ചെയ്യണം. അതുകൂടെ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. മെർജ് കൊറീസ് ആസ് ന്യൂ. ഏതാണ്? ഫസ്റ്റ് അല്ല. ഫസ്റ്റ് സെലക്ട് ചെയ്യുന്നത് എപ്പോഴും എന്താണ്? ലെഫ്റ്റ് ടേബിൾ ആണ്. റൈറ്റ് ജോയിൻ ചെയ്യുമ്പോഴും വല്ല വ്യത്യാസം ഉണ്ടാവുമോ? ഇല്ല. ഇവിടെ എന്താണ്? ഡിപ്പാർട്ട്മെന്റ് ടേബിൾ തന്നെ, ഐ ഡി ടു ഐ ഡി. ജോയിൻ തന്നെ ഇവിടെ മാറ്റി കൊടുത്താൽ മാത്രം പറ്റും. ദ സെലക്ഷൻ മാച്ചസ് 3 ഓഫ് 4 ഫ്രം ദ സെക്കൻഡ് ടേബിൾ. സെക്കൻഡിൽ 4 ആൾക്കാരുണ്ട്, 3 ആൾക്കാർക്ക് മാച്ചിങ് കിട്ടി, അതിലൊന്ന് റിപ്പീറ്റിംഗ് വരുന്നു എന്നാണ് പറയുന്നത് അല്ലേ. 101ഉം 102, 103 മാച്ചിങ് ഉണ്ട്. അതിൽ 101 എന്താണ്? റിപ്പീറ്റിംഗ് വരുന്നുണ്ട്. അത് പറഞ്ഞു തരില്ല, ഔട്ട്പുട്ട് വരുമ്പോൾ കാണാൻ പറ്റും എന്ത് പാസ് ചെയ്തു. ഓക്കെ. ഇവിടെ കണ്ടോ, ഫസ്റ്റ് ടേബിൾ എല്ലാ കോളംസും വന്നു. ആരെ മാത്രമേ കൺട്രോൾ ആവുന്നുള്ളൂ? റോസ് മാത്രം. പിന്നെ സെക്കൻഡ് ടേബിളിലെ കോളത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഞാൻ 2 കോളം സെലക്ട് ചെയ്തു. ഓക്കെ, പാസ് ചെയ്തുണ്ടോ. ടോട്ടൽ എത്ര റോസ് വന്നു? 5 റോസ്. 1 0 ആണ് 2 തവണ. 102, 103, 105ന് ഇക്വലന്റ് ആയിട്ട് ഇപ്പോഴത്തെ മുഴുവൻ നൾ വാല്യൂസ്. ക്ലിയർ ആണ് എല്ലാവർക്കും? ഇനി ഫുൾ ഔട്ടർ ജോയിൻ ചെയ്യണം. എന്ത് ചെയ്താൽ മതി? മെർജ് കൊറീസ് ആസ് ന്യൂ. ലെഫ്റ്റ് ടേബിൾ എപ്പോഴും ആരാ? എംപ്ലോയി ടേബിൾ. റൈറ്റ് ടേബിൾ ഡിപ്പാർട്ട്മെന്റ് ടേബിൾ. മാച്ചിങ് കോളം എന്ത് ചൂസ് ചെയ്യാം? ഫുൾ ഔട്ടർ. ഓക്കെ. ഇവിടെ എന്ത്? ജസ്റ്റ് ഇവിടുത്തെ ഇതിനെ മാത്രമേ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. രണ്ടാളെ എക്സ്പാൻഡ് ഉണ്ടാവും. ടോട്ടൽ 7 റോസ്. ഇതുപോലെ ബാക്കിയുള്ള 2 ജോയിൻ നിങ്ങൾക്ക് തന്നെ പെർഫോം ചെയ്യാൻ പറ്റില്ലേ? അപ്പൊ എന്ത് ചെയ്യാം? ഈ 2 ടേബിളും വെച്ചിട്ട് 6 ജോയിനും പവർ ക്വറിയിൽ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ടേബിൾ ഏതൊക്കെയാണ് ചൂസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മാച്ചിങ് കോളംസ് ചൂസ് ചെയ്യുക. എന്നിട്ട് മാത്രം ജോയിൻ ടൈപ്പ് പോയിട്ട് ചൂസ് ചെയ്യുക കേട്ടോ. എല്ലാം ന്യൂ ടേബിൾ ആയിട്ട് ചെയ്താൽ മതി. ഒറിജിനൽ ടേബിളിൽ പോയി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ജോയിൻ അവിടെ പെർഫോം ചെയ്യാൻ പറ്റില്ല. ഓൺലൈൻ ക്ലിയർ ആയോ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്? അപ്പൊ ഈ 6 ജോയിനും പ്രോപ്പറായി പെർഫോം ചെയ്ത് കഴിഞ്ഞവർ മാത്രം ഒന്ന് ഹാൻഡ് റേസ് ചെയ്യാം കേട്ടോ. 6 ജോയിനും പ്രോപ്പറായി പെർഫോം ചെയ്ത് കഴിഞ്ഞവർ മാത്രം ഒന്ന് ഹാൻഡ് റേസ് ചെയ്യും.
എത്ര സ്റ്റോറേജ് എത്ര വരുന്നു? റാമല്ല, സ്റ്റോറേജ്. ഞാൻ പ്രോ ആണോ അല്ല നോർമൽ ആണ്? ഫാൻ ഉണ്ടോ? അല്ല ഫാൻ ഇല്ലാത്ത? ഓഫ്ലൈനിൽ അവർ ചെയ്ത് കഴിഞ്ഞോ? ഓൺലൈൻ ബാക്കിയുള്ളവർ ചെയ്യുന്നുണ്ടോ? ആയിഷ, മുഫീദ, സബി ചെയ്യുന്നുണ്ടോ? Yes, sir. Currently. ഇപ്പോൾ ജോയിൻസ് വർക്ക് ചെയ്യുന്നത് മാച്ചിങ് ആണോ അല്ലെങ്കിൽ സിമിലാരിറ്റീനെ ബേസ് ചെയ്തിട്ടാണോ? എന്താണ്? എക്സാക്ട് മാച്ചിങ്ങിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ നമ്മളിപ്പോ പഠിച്ച 6 ജോയിൻസ് വർക്ക് ചെയ്യൂ. അവിടെ ഒരിക്കലും എന്തില്ല, സിമിലാരിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് വർക്ക് ആവില്ല കേട്ടോ. സിമിലാരിറ്റി ആണ് എന്തായിരിക്കും? കാണാൻ ഒരുപോലെ ഉണ്ടാവും, എക്സാക്ട്ലി സെയിം ആയിരിക്കില്ല, എന്തായിരിക്കും, പക്ഷെ സിമിലർ ആയിരിക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇവിടെ ABC 1 2 3 എന്നുണ്ട്. സെക്കൻഡ് ടേബിൾ എത്തുമ്പോൾ ABC 1 2 3. ഇത് കാണാൻ എന്താണ്, സിമിലർ ആണ്, പക്ഷെ എന്താണ്, എക്സാക്ട്ലി സെയിം അല്ല. ഇത് എക്സാക്ട്ലി സെയിം ആയ മാത്രമേ എന്ത് വാല്യൂസിന് റിട്ടേൺ ചെയ്യാൻ പറ്റൂ. ഒരിക്കലും സിമിലാരിറ്റീനെ ബേസ് ചെയ്തിട്ടല്ല നോർമൽ ജോയിൻസിന്റെ കൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത്. എന്തായിരിക്കും? എക്സാക്ട്ലി സെയിം ആയിരിക്കും. അപ്പൊ ഇനി ടെക്സ്റ്റ് ആണെങ്കിൽ ഞാനിവിടെ കാണിച്ചു തരാം. ഇത് ലൂമിനാർ. സെക്കൻഡ് ടേബിൾ വരുമ്പോൾ അവിടെയും ലൂമിനാർ. മാച്ചിങ് ആണോ? അല്ല. എന്താണ്, സിമിലർ ആണ്, പക്ഷെ അത് മാച്ചിങ് അല്ല. എക്സാക്ട്ലി സെയിം അല്ല, പക്ഷെ അവർ സിമിലർ ആണ്. ഇതുപോലുള്ള കൺസെപ്റ്റ് ഓർക്കണം കേട്ടോ ജോയിൻ ചെയ്യുന്ന സമയത്ത്. ഓക്കെ. നിങ്ങൾ SQL-ലും പാണ്ടാസും ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് ജോയിൻ അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ? അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ? ലെഫ്റ്റ് ഹാൻഡ് ജോയിൻ നിങ്ങൾ പഠിച്ച SQL-ലോ പാണ്ടാസിലോ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുമോ? യെസ് ഓർ നോ? എങ്ങനെ പറ്റും? കൊറിയർക്ക് ഇനി ഉണ്ടാക്കാൻ പറ്റുമോ? കൺസെപ്റ്റ് കിട്ടിയില്ലേ? ഉം. എങ്ങനെയായിരിക്കും? ഇത് ലെഫ്റ്റ് ജോയിന്റ് ഔട്ട്പുട്ട്. ഇവിടെ ഫോക്കസ് ചെയ്ത് ലെഫ്റ്റ് ജോയിന്റ് ഔട്ട്പുട്ട്. ക്ലിയർ ആണോ? എത്ര റോസ് ഉണ്ട്? 6 റോസ്. ഇത് ലെഫ്റ്റ് ആന്റി ജോയിന്റ് ഔട്ട്പുട്ട്. അപ്പോ എന്താണ്, ലെഫ്റ്റ് ജോയിന് എന്തോ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറും? ലെഫ്റ്റ് ആന്റി ജോയിൻ ആയിട്ട് മാറും. ലെഫ്റ്റ് ജോയിൻ ചെയ്തതിൽ എന്തോ ഒരു കാര്യം എക്സ്ട്രാ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് എന്തായിട്ട് മാറും? ലെഫ്റ്റ് ആന്റി ജോയിൻ ആയിട്ട് മാറും. അത് എന്താണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കുറി നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റും. എന്തായിരിക്കും? ഏതെങ്കിലും റോസിൽ ഉണ്ടോന്നോ? ഏതെങ്കിലും റോസിൽ ഞങ്ങളുണ്ടോ നോക്കിയിട്ട് കാര്യമുണ്ടോ? എന്താ, നമ്മൾ റൈറ്റ് ടേബിളിൽ നിന്ന് കോൾ ചെയ്യുന്ന വാല്യൂസിന്റെ അകത്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. എവിടെയെങ്കിലും പോയി ചെക്ക് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ ഡിപ്പാർട്ട്മെന്റ് അടിയിൽ ഉണ്ടോ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കറക്റ്റ് ആയോ? ഇല്ല. ഓക്കെ എവിടെ ഓക്കെ. തന്നെ വേണം? റൈറ്റ് ടേബിളിൽ നിന്ന് വരുന്നതിൽ ഉണ്ടെങ്കിൽ ആ നള്ളിനെ മാത്രം കളക്ട് ചെയ്താൽ മതി. എന്തായി? അത് ലെഫ്റ്റ് ഹാൻഡ് ജോയിൻ ആയി. ഇപ്പൊ ഞാൻ ഡിപ്പാർട്ട്മെന്റ് നെയിമിനെ ഇവിടെ ഫിൽട്ടർ ചെയ്യാണ്.
ആരെ മാത്രം ചൂസ് ചെയ്യാണ്? നള്ളിനെ മാത്രം. എന്തായി? ലെഫ്റ്റ് ഹാൻഡ് ജോയിൻ ആയോ? അപ്പോ ഏത് ടേബിളിൽ നിന്നാണോ വാല്യൂസിനെ കോൾ ചെയ്യുന്നത് അവിടുന്ന് വരുന്ന വാല്യൂസ് നള്ളാണെങ്കിൽ മാത്രം ഔട്ട്പുട്ട് മതി എന്നുള്ളൊരു ഫിൽട്ടർ കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് ജോയിൻ ആരായിട്ട് മാറും? ലെഫ്റ്റ് ആന്റി ജോയിൻ ആയിട്ട് മാറും. എനിക്ക് കുറെ എഴുതാൻ പറ്റും. അതുപോലെ റൈറ്റ് ജോയിൻ നിങ്ങൾക്ക് എന്താക്കി മാറ്റാം? റൈറ്റ് ആന്റി ജോയിൻ ആക്കി മാറ്റാം. ലെഫ്റ്റ് ടേബിളിൽ നിന്ന് കോൾ ചെയ്യുന്നത് എന്തുണ്ടോ ചെക്ക് ചെയ്താൽ മതി. നള്ളുണ്ടെങ്കിൽ നള്ളിലുള്ള ആൾക്കാരെ മാത്രം മതി. വേർ ഈക്വൽ ടു നൾ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തായി? അത് ആന്റി ജോയിന്റെ കൺസെപ്റ്റ് ആയി കണ്ടോ? ഒന്ന് അവിടെ ട്രൈ ചെയ്ത് നോക്കട്ടോ ഇങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാന്നുള്ളത്. ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ലെഫ്റ്റ് ജോയിനെ മോഡിഫൈ ചെയ്യാനും പറ്റും. റൈറ്റ് ജോയിന്റെ കൊറീനെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആന്റി ജോയിൻസിന്റെ കൺസെപ്റ്റിലോട്ട് മൂവ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണ് എല്ലാവർക്കും എങ്ങനെയാ ചെയ്യാന്നുള്ളത്? ജോയിന്റെ കൺസെപ്റ്റ് എല്ലാവർക്കും ഓക്കെ അല്ലേ? Okay. ഇനി അടുത്തൊരു കൺസെപ്റ്റ് നമുക്ക് നോക്കാം. ജോയിൻസിൽ തന്നെ നമ്മൾ ഇതുവരെ ജോയിൻ ചെയ്യുമ്പോൾ എന്തേ പാസ് ചെയ്തിട്ടുള്ളൂ? രണ്ട് ടേബിളിലും ഒരു മാച്ചിങ് കോളം മാത്രമേ കൊടുത്തിട്ടുണ്ടാവും. എപ്പോഴും ഒരു മാച്ചിങ് കോളം മാത്രമായിരിക്കുമോ? ഒന്നിൽ കൂടുതൽ മാച്ചിങ് കോളംസ് ഉണ്ടാവും. ഉണ്ടാവും. അങ്ങനെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഏതെങ്കിലും സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടോ? രണ്ട് മാച്ചിങ് കോളം വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടോ? ചെയ്ത് നോക്കിയിട്ടുണ്ടോ? യെസ് ഓർ നോ എന്തെങ്കിലും ഒന്ന് പറ. യെസ് ഓർ നോ? ചെയ്തിട്ടില്ല? നമുക്ക് സിറ്റുവേഷൻ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ എന്റെ കയ്യില് ഡേറ്റ് ഉണ്ട്, പ്രൊഡക്റ്റ് ഐ ഡി ഉണ്ട്. ഞാനിപ്പോ തന്നെ ഉണ്ടാക്കുന്ന എക്സാമ്പിൾ അടുത്ത സക്സസ് ആവുന്ന എനിക്ക് തന്നെ ഉറപ്പില്ല. എത്ര ക്വാണ്ടിറ്റി എന്നുണ്ട്. ഓക്കെ, ഇതൊരു ടേബിള്. ഇനി തൊട്ടപ്പുറത്ത് അടുത്തൊരു ടേബിൾ ഉണ്ട്. അവിടെയും പ്രൊഡക്റ്റ് ഐ ഡി ഉണ്ട്. പ്രൈസിന് മുമ്പ് അവിടെയും ഡേറ്റ് എന്നുള്ള സിനാരിയോ ഉണ്ട്. ഞാൻ പറയാം എന്തിനാണത് എന്ന്. ഇപ്പുറത്ത് അതിന്റെ പ്രൈസും. ഓക്കെ, അത് എന്റെ സൂപ്പർ മാർക്കറ്റിൽ വിൽക്കുന്ന പ്രൊഡക്റ്റിനൊന്നും ഒരു കോൺസ്റ്റന്റ് പ്രൈസ് അല്ല. ഓരോ ദിവസവും ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് വേരി ചെയ്തുകൊണ്ടിരിക്കും. സ്വർണ്ണമൊക്കെ പോലെ ഓരോ ദിവസവും പ്രൈസ് മാറിക്കൊണ്ടിരിക്കുവാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഒരു ഡേറ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇന്നത്തെ ഡേറ്റ് എടുക്കാം, 17/9/2025. ഓക്കെ, പ്രൊഡക്റ്റ് ഐ ഡി ജസ്റ്റ് ABC123 നോക്കാം. വാങ്ങിയിരിക്കുന്ന ക്വാണ്ടിറ്റി ജസ്റ്റ് 5. അടുത്ത ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ വർഷം January 1st 01/01/2025. സെയിം പ്രൊഡക്റ്റ് തന്നെ ABC123 ഞാനൊരു 10 ക്വാണ്ടിറ്റി വാങ്ങി. അപ്പൊ അതിനൊരു ഫിക്സഡ് പ്രൈസ് അല്ല. ഓരോ മന്ത് അല്ലെങ്കിൽ ഓരോ ഡേറ്റ് കഴിയുമ്പോഴും എന്താണ് പ്രൈസ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? സെയിം ആയിരിക്കും, ABC123. അതിന് ഇന്നത്തെ ഡേറ്റിൽ ഒരു പ്രൈസ് ആണ് 17/9/2025. അതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് 100. അടുത്ത സെയിം പ്രൊഡക്റ്റ് തന്നെ ഇപ്പോഴത്തെ ഡേറ്റ് തന്നെയാണ്. അതിന്റെ പ്രൈസ് ജസ്റ്റ് 50 മാത്രമേ. ഓക്കെ, ഇവിടെ ജസ്റ്റ് നമുക്ക് ഒരു റോ മാത്രം നോക്കാം. ഓക്കെ, ഇപ്പൊ എന്താണ് ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഈ ഒരു ഡേറ്റിൽ പർച്ചേസ് ചെയ്തു. ആ ഒരു ഷോപ്പിന്റെ ഉടമ എന്റെ കയ്യിൽ നിന്ന് എത്ര രൂപ വാങ്ങണം? ഞാൻ 17/9 ഈ ഒരു പ്രൊഡക്റ്റ് 5 ക്വാണ്ടിറ്റി വാങ്ങി. ഞാൻ എത്ര രൂപയായിരിക്കും അവർക്ക് കൊടുക്കേണ്ടി വരുമോ? എത്രയായിരിക്കും? 5 ഇൻറ്റു ആ ഡേറ്റിലെ ആ പ്രൊഡക്റ്റിന്റെ പ്രൈസ് എത്രയാണെന്ന് കിട്ടണം? 500 അല്ലേ? ഇത് നമുക്ക് ഇവിടുന്ന് ഈസിലി കണ്ടുപിടിക്കാൻ പറ്റി. പക്ഷെ ഒരു ഡാറ്റാ ബേസ് ആണ് എങ്ങനെ ചെയ്യാം? പ്രൊഡക്റ്റ് ഐ ഡി വെച്ചിട്ട് മാത്രം പറ്റുമോ? ഇല്ലെന്ത് വേണം? പ്രൊഡക്റ്റ് ഐ ഡിയും വേണം, ഡേറ്റും കറക്റ്റ് എക്സാക്ട് മാച്ചിങ് ആണോ ചെക്ക് ചെയ്യണം. ഇതെങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ ഈ ഒരു ഡാറ്റ കോപ്പി ചെയ്തു.
പവർ ക്വറിയിൽ ജസ്റ്റ് ചെറിയ ഡാറ്റ ആയതുകൊണ്ട് എൻ്റർ ഡാറ്റ യൂസ് ചെയ്യാണ്. ഇത് ഞാൻ സെയിൽസ് വേണ്ട, ജസ്റ്റ് പർച്ചേസ് പർച്ചേസ് അടുത്ത ഡാറ്റ കോപ്പി ചെയ്യുന്നു. പ്രൈസ് ഡാറ്റ എന്ന് പേര്. ഓക്കെ. അപ്പൊ ഇവിടെ വേണ്ടതെന്ന് പറഞ്ഞാൽ ക്ലയന്റിന് ഈ പർച്ചേസ് ടേബിളിന്റെ കൂടെ തന്നെ കറക്റ്റ് പ്രൈസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. പക്ഷെ പ്രൈസ് എവിടെ ഉള്ളത്? ഈ ടേബിളിന്റെ അകത്ത്. അപ്പൊ ഈ ഒരു ടേബിളിനകത്തിന് എന്ത് ചെയ്യണം? പ്രൈസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പൊ മെർജ് കൊറീസ് യൂസ് ചെയ്യോ, മെർജ് കൊറീസ് ആസ് ന്യൂ യൂസ് ചെയ്യോ? എന്ത് മെർജ് കൊറീസ് യൂസ് ചെയ്താൽ മതി. ഏത് ടേബിൾ സെലക്ട് ചെയ്തിട്ട് മെർജ് കൊറീസ് ചെയ്യണം? പർച്ചേസിനെ സെലക്ട് ചെയ്തു, മെർജ് കൊറീസ്, മെർജ് കൊറീസ്. അപ്പൊ എന്തായി? ഫസ്റ്റ് ടേബിൾ ഫിക്സഡ് ആയി, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് ടേബിൾ ഏതാണ്? പ്രൈസ് ഡാറ്റ. അപ്പോൾ ഫസ്റ്റ് ആര് നമ്മൾ ഫോക്കസിന്റെ വരും? പ്രൊഡക്റ്റ് ഐ ഡിയും പ്രൊഡക്റ്റ് ഐ ഡി. ലെഫ്റ്റ് ഔട്ടർ ചൂസ് ചെയ്തു. ഔട്ട്പുട്ടിൽ എത്ര റോസ് ഉണ്ടാവും? ജസ്റ്റ് ഒരു കോളം മാത്രം വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ പാസ് ചെയ്തു. ഇവിടെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആരെ മാത്രം മതി? പ്രൈസ് മാത്രം. രണ്ടെണ്ണം വരും കേട്ടോ. ഐ ഡി മാത്രമായതുകൊണ്ട് ഈ ഒരു ഇഷ്യൂ ഇവിടെ ഉണ്ടാവും. ഒരിക്കലും ഇങ്ങനെ സിംഗിൾ, ഈ ഒരു സിറ്റുവേഷനിൽ സിംഗിൾ കോളം വെച്ചിട്ട് ചെയ്യരുത്. വീണ്ടും മെർജ് കൊറീസ്, മെർജ് കൊറീസ്, പ്രൈസ് ഡാറ്റ. ഇവിടെ റാൻഡംലി പോയിട്ട് കോളംസ് ചൂസ് ചെയ്യരുത്. ഫസ്റ്റ് ആരും ആരും മാച്ച് ആണോ ചെക്ക് ചെയ്യണം. പ്രൊഡക്റ്റ് ഐ ഡി മാച്ച് ആണോ ചെക്ക് ചെയ്യുക. ഇനി അത് മാച്ച് ആണെങ്കിൽ അടുത്ത ആര് ക്രോസ് ചെക്ക് ചെയ്യണം? ഡേറ്റ്. അപ്പോൾ അതിനുശേഷം മാത്രം കൺട്രോൾ യൂസ് ചെയ്യുക. കൺട്രോൾ യൂസ് ചെയ്യുന്നത് വർക്ക് ആവില്ല. കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഡേറ്റ് പാസ് ചെയ്യുക. അപ്പൊ അവിടെ ഒരു നമ്പറിംഗ് സിസ്റ്റം കണ്ടോ? 1 to 1, ഇനി 2 to 2. അതാണ് ഇവിടുത്തെ കണ്ട്. കൺട്രോൾ വിടരുത്. കൺട്രോൾ പ്രസ് ചെയ്യുന്ന ഡേറ്റ് പാസ് ചെയ്യണം. കറക്റ്റ് മെഷീന് മനസ്സിലാവും. ഇതും ഇതും റാൻഡംലി സെലക്ട് ചെയ്താൽ മെഷീന് മനസ്സിലാവില്ല. ഞാൻ ഒന്നുകൂടെ ചെയ്ത് കാണിച്ചു തരാം. മെർജ് കൊറീസ് തന്നെ ഞാൻ റാൻഡംലി സെലക്ട് ചെയ്യാണ്. കൺട്രോൾ പ്രസ് ചെയ്ത് ഇങ്ങനെ സെലക്ട് ചെയ്താൽ കണ്ടോ ഓക്കെ ബട്ടൺ എനേബിൾ ആവില്ല. അതിന് ഏതാണെന്നും ഒരു ഐഡിയ കിട്ടില്ല. കണ്ടോ ഇവിടെ എങ്ങനെ പോയാലും ഓക്കെ ബട്ടൺ കിട്ടില്ലണ്ടോ? സെലക്ട് കോളംസ് ഓഫ് ദ സെയിം ടൈപ്പ്. ഞാൻ അങ്ങനെയാണ് സെലക്ട് ചെയ്തത്? അല്ല. അപ്പോൾ കറക്റ്റ് ഓർഡറിൽ തന്നെ കോളം സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഫസ്റ്റ് രണ്ട് ടേബിളും ചൂസ് ചെയ്യുക. ഫസ്റ്റ് ആർക്കാണ് ഇമ്പോർട്ടൻസ്? എപ്പോഴും ആർക്കായിരിക്കും ഇമ്പോർട്ടൻസ്? ഐ ഡിക്കായിരിക്കും. അപ്പോൾ അവർ തമ്മിൽ മാച്ചിങ് പാസ് ചെയ്യുക. അതിനുശേഷം മാത്രം കൺട്രോൾ പ്രസ് ചെയ്യുക. സെക്കൻഡ് ആരാണ് നമ്മൾ ഫോക്കസ് ചെയ്യാനാണ്? ഡേറ്റ് ടു ഡേറ്റ്. അപ്പോൾ 1 to 1 ആയി, 2 to 2 ആയി. ലെഫ്റ്റ് ഔട്ടർ ഓക്കെ പാസ് ചെയ്യുക. ഇനി അവിടെ കറക്റ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഒരു റോ മാത്രമേ വരൂ. പ്രൈസ്. ഇനി എന്ത് ചെയ്യാം? ആഡ് കോളം ടാബിൽ വന്നിട്ട് ഈ രണ്ട് കോളം സെലക്ട് ചെയ്യുക. സ്റ്റാൻഡിൽ എന്ത് ചൂസ് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ. അതിന്റെ പേര് എന്ത് പാസ് ചെയ്തത്? 6. ആൻസർ കിട്ടിയുണ്ടാവും. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് റിയൽ ടൈം യൂസ് ചെയ്യേണ്ടി വരും. ഈ രീതിയിലുള്ള ജോയിൻസും നമുക്ക് ചിലപ്പോൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. 2 ആകാം, 3 കോളംസ് ആകാം. ക്ലിയർ ആയോ? അപ്പൊ ഇതവിടെ ഇംപ്ലിമെന്റ് ചെയ്ത് എല്ലാവരും ഓൺലൈൻ കൺസെപ്റ്റ് ക്ലിയർ ആയോ? യെസ് സർ. ഈ ശനിയാഴ്ച ക്ലാസ് ഉണ്ട് കേട്ടോ. ഓൾറെഡി പറഞ്ഞതല്ലേ? സെയിം ടൈം ആയിരിക്കും. മോസ്റ്റ് പ്രോബ്ലി സെയിം ടൈപ്പ് ആയിരിക്കും. എന്താ ഡൗട്ട് എന്താ?
ഡൗട്ട് ഉണ്ടോ? ഉണ്ടാവില്ല. നമ്മളൊരു മോസ്റ്റ് പ്രോബ്ലി നെക്സ്റ്റ് വീക്ക് ഒരു മിഡ് ഒക്കെ ആവുന്ന സമയത്ത് പവർ പിവട്ട് എന്ന് പറഞ്ഞ കൺസെപ്റ്റിലോട്ട് മൂവ് ചെയ്യും കേട്ടോ. അതായത് മെയിൻ പവർ ബിയുടെ കോർ പാർട്ടിലോട്ട് മൂവ് ചെയ്യും. നെക്സ്റ്റ് വീക്ക് ഏതെങ്കിലും ഒരു ദിവസമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അവിടുന്ന് അങ്ങോട്ട് പിന്നെ എൻ്റെർലി കണ്ടിന്യൂഷൻ ആയിരിക്കും കാര്യങ്ങൾ പോവുക. അപ്പൊ ഇനി മുതൽ അങ്ങോട്ട് മാക്സിമം ക്ലാസ്സസ് ഫോളോ അപ്പ് ചെയ്യാം. ഓൺലൈൻ ചെയ്തവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി ഇംപ്ലിമെന്റ് ചെയ്തവർ മാത്രം ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത്. ഇനി ആർക്കെങ്കിലും മനസ്സിലായില്ല ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് ഇൻഫോം ചെയ്യാം കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. ക്വാണ്ടിറ്റിയും പ്രൈസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. ആഡ് കോളം ടാബിൽ പോയിട്ട് സ്റ്റാൻഡേർഡിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 കോളം സെലക്ട് ചെയ്തിട്ട്. ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞവരൊക്കെ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഇതുപോലെ കുറെ സിനാരിയോസ് വെച്ചിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്ത് പഠിക്കുക കേട്ടോ. ഡാറ്റാ സയൻസ് സ്റ്റുഡൻസിനോട് ഏറ്റവും വലിയൊരു സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ്. ഇത് ചെയ്ത് പഠിച്ചാൽ മാത്രമേ കിട്ടൂ, വേറെ ഓപ്ഷൻ ഒന്നും അതിനില്ല കേട്ടോ. പിന്നെ അവിടെ എനിക്ക് പഠിപ്പിച്ചു തരുന്നതിന് എപ്പോഴും ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് പഠിക്കുന്നതിന് യാതൊരു ലിമിറ്റേഷൻസോ കാര്യങ്ങളോ ഇല്ല, അല്ലേ? എനിക്ക് ടൈം കൺസ്ട്രെയിൻസും കാര്യങ്ങളും വരുന്നതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് എപ്പോഴും ഒരു ലിമിറ്റേഷൻ ഞാൻ ഫേസ് ചെയ്യുന്നു. എനിക്ക് ഒരുപാട് പറഞ്ഞു തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കോഴ്സ് 8 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. എന്ത് ചെയ്യണം? ഒരു ദിവസം 2 മണിക്കൂറേ കിട്ടുന്നുള്ളൂ. ആ ഒരു ടൈം കൺസ്ട്രെയിൻ ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബേസിക് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ എത്ര വേണമെങ്കിലും കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും. ഉം. നിങ്ങൾ അതിനു വേണ്ടി ഒന്ന് ഇരുന്ന് കൊടുത്താൽ മാത്രം മതി. ഈ പവർ ബി ഐ എന്നെ ആരും പഠിപ്പിച്ചു തന്നതല്ല കേട്ടോ. ഞാൻ സെൽഫായിട്ട് പഠിച്ചെടുത്ത സ്കിൽ, ഞാൻ സീറോ ഇൻവെസ്റ്റ്മെന്റിൽ ഉണ്ടാക്കിയ സ്കില്ലാണ് പവർ ബി ഐ. ഗൈഡ് ചെയ്യാൻ പോലും ഒരാരും ഉണ്ടായിരുന്നില്ല. സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ
നല്ല ഡിഫിക്കൽട്ടായിരുന്നു പ്രൊജക്റ്റ് ഒക്കെ വരുന്ന സമയത്ത്. എന്താ പറയാ, ഓരോ റിക്വയർമെന്റ് ഓരോ ക്ലയന്റ് പറയുമ്പോൾ എന്തായിരിക്കും, സോറി, ക്ലയന്റ് ഓരോ റിക്വയർമെന്റ് പറയുമ്പോഴും എന്തായിരിക്കും, ഞാൻ പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും, ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോകും. ഇംപ്ലിമെന്റ് ചെയ്യാൻ വന്നിരിക്കുമ്പോഴായിരിക്കും ഡാറ്റ കിട്ടിയിരിക്കുന്ന എന്തോ ഒരു സ്റ്റൈലില്, ഡാറ്റ എന്തൊക്കെയോ ആയിരിക്കും. ചാറ്റ് ജിപിയോട് പോലും ചോദിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ആ ഡാറ്റ ഹൈലി കോൺഫിഡൻഷ്യൽ ആയിരിക്കും. അതെടുത്തിട്ട് അതുപോലെ ചാറ്റ് ജിപിയിൽ ഇട്ടാൽ സെക്കൻഡ് എന്റെ ജോബ് തെറിക്കുകയും ചെയ്യും. അല്ല, നിങ്ങൾ എല്ലാവരും ചെയ്യുന്ന പ്രോസസ് ആയിരിക്കും. ഡാറ്റ എടുത്തിട്ട് അതുപോലെ ചോദിക്കും. ഒരിക്കലും കമ്പനീസിൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എന്ത് ചെയ്യണം? പ്യൂർലി നമ്മുടെ ലോജിക്ക് തന്നെ അവിടെ യൂസ് ചെയ്യേണ്ടി വരും. അവിടെ ഇതുപോലുള്ള ചാറ്റ് ജി പി ടി പോലുള്ള കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാനുള്ള ഒരു ലിമിറ്റേഷൻ അവിടെ എപ്പോഴും ഉണ്ടാവും. ഡാറ്റ റിലേറ്റ് ചെയ്തുള്ള ജോബ് ആണെങ്കിൽ അതിന് എപ്പോഴും അവിടെ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടാവും. ഹൈലി കോൺഫിഡന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഡാറ്റ ഉണ്ടാവും. ഇപ്പൊ എന്റെ ഫ്രണ്ട്സിന് പോലും അത് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണിച്ചു കൊടുത്തിട്ട് ഡൗട്ട് ചോദിക്കാൻ പറ്റില്ല. അവർ ആദ്യമേ പറയും ഇത് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ തന്നെ കൺസെപ്റ്റും കാര്യങ്ങളും നോക്കിയിരുന്ന് മനസ്സിലാക്കി ചെയ്യേണ്ടത്. അപ്പോൾ ഡാറ്റ റിലേറ്റഡ് ജോലി ചെയ്യുമ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. ആളുടെ പെർമിഷൻ ഇല്ലാതെ എന്ത് ചെയ്യരുത്, ഡാറ്റ എടുത്തിട്ട് മറ്റൊരാൾക്ക് ഷെയർ പോലും ചെയ്തു കൊടുക്കരുത്. പണ്ട് ഒരു സ്റ്റുഡന്റ് ജോലി പോയത് അങ്ങനെയായിരുന്നു. ആൾക്ക് ജോലിക്ക് കിട്ടി, 1 മാസം 2 മാസം കഴിഞ്ഞപ്പോൾ ആള് വേറൊരു കമ്പനിയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് മെഷീൻ ടെസ്റ്റ് ചെയ്തു. എങ്ങനെ മെഷീൻ ടെസ്റ്റ് ചെയ്തതെന്ന് അറിയോ? മറ്റേ കമ്പനി യൂസ് ചെയ്യുന്ന ഒരു കോഡിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്, അതിൽ പോയിട്ട് ഇവൻ ഈ കമ്പനിയുടെ മെഷീൻ ടെസ്റ്റ് ചെയ്തു. അത് ഈസി ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി, ട്രാക്ക് ചെയ്യാൻ പറ്റി. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ടെർമിനേഷൻ ലെറ്റർ കയ്യിൽ കൊടുത്തിട്ട് വിടുകയും ചെയ്തു. വാർണിംഗ് പോലും ഉണ്ടായിരുന്നു. അവൻ ചെയ്ത ഏറ്റവും വലിയ മണ്ടത്തരം ഞാൻ പറയും. അത് ആ കമ്പനിയുടെ പ്ലാറ്റ്ഫോം നമ്മൾ എന്ത് യൂസ് ചെയ്താലും അവർക്ക് അത് അറിയാൻ പറ്റും. അപ്പൊ ഓരോ കമ്പനി അവർ നമുക്ക് തരുന്ന ലാപ്ടോപ്പ് അവർക്ക് ഈസിലി മോണിറ്റർ ചെയ്യാൻ പറ്റും. നമ്മളതിൽ സിനിമ കാണുന്നവർ പവർ കോഡ് ഈസിലി മോണിറ്റർ ചെയ്യുന്നുണ്ടാവും. നമ്മൾ വിചാരിക്കും ഇത് നമ്മുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ, അവരുടെ മൊത്തം എന്താവും അവരുടെ കയ്യിൽ മാപ്പിംഗ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ നോക്കിയും കണ്ടു പോകണം ഇൻഡസ്ട്രീസ് ഒക്കെ പോകുമ്പോൾ കാര്യങ്ങൾ ചെയ്യാൻ കേട്ടോ. അവിടെ ഗൈഡ് ചെയ്ത് തരാനൊന്നും ആരും ഉണ്ടാവില്ല, പറഞ്ഞു തരാനും ആരും ഉണ്ടാവില്ല. ഉണ്ടാവുന്ന കമ്പനീസ് ഉണ്ട്, ഇല്ലാത്ത കമ്പനീസും ഉണ്ട്. ചിലപ്പോൾ എന്ത് ചെയ്യും, അവരവിടെ ഇരുന്ന് നമ്മളെ നല്ല രീതിയിൽ വാച്ച് ചെയ്യുന്നുണ്ടാവും. CCTV നോക്കുന്ന പോലെ നമ്മൾ വാച്ച് ചെയ്യുന്നവരിക്കുന്നുണ്ടാവും. പണി തരേണ്ട സമയത്ത് എന്ത് ചെയ്യും, അത് പണിയായിട്ട് തിരിച്ചെടുക്കുകയും ചെയ്യും. അനുഭവം ഉള്ള ഒരാളാണ് നിങ്ങളോട് പറയുന്നത്. അപ്പൊ പല രീതിയിലായിരിക്കും കിട്ടാൻ പോകുന്നുണ്ടാവും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളോട് പറഞ്ഞോ അറിയില്ല, നിങ്ങളൊരു 5 ആൾക്കാർ ഒരുമിച്ച് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യും. 5 ആൾ ചിലപ്പോൾ 5 ഡിപ്പാർട്ട്മെന്റിലായിരിക്കും. ഒരാൾക്ക് ഡിപ്പാർട്ട്മെന്റിൽ പണിയൊന്നും ഇല്ലാത്തപ്പോൾ എന്ത് തോന്നും, ചായ കുടിക്കാൻ തോന്നുന്നല്ലേ. അപ്പൊ നേരെ മെസ്സേജ് ഇടും എല്ലാവർക്കും, വാ ചായ കുടിക്കാൻ പോവാം. എല്ലാവരും എന്ത് ചെയ്യും, ഒരുമിച്ച് അങ്ങ് എണീച്ചിട്ട് പോകും. ആരും ഒന്നും പറയില്ല, ആരും അതിന് ഒരു റെസ്ട്രിക്ഷനും ഉണ്ടാവില്ല. ഒട്ടുമിക്ക കമ്പനിയിൽ അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾ പോവും, എന്ത് ചെയ്യും, ഒരു 5 മിനിറ്റ് കൊണ്ട് വരേണ്ട കാലത്ത് നിങ്ങൾ ഒരു 10, 15, 20 മിനിറ്റ് എടുത്ത് കറങ്ങി തിരിഞ്ഞ് വരും. ഇതൊക്കെ അവർ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടാവും. അവസാനം ഇതിനൊക്കെ ഒരു വരേണ്ട സിറ്റുവേഷൻ വരും. ആ സമയത്ത് എന്ത് ചെയ്യും, പതിയെ ഇതൊക്കെ എടുത്തിട്ട് അവരങ്ങ് വിൽക്കാൻ തുടങ്ങും. നല്ല രീതിയിൽ പണി കിട്ടും. ചിലപ്പോൾ പ്രൊമോഷൻ വരും അതിന്റെ പേരിൽ. അപ്രൈസൽ ടൈമിലും അവരെ ചെല്ലും ഉണ്ടാവും. അവർ പറയും എന്തുകൊണ്ട് എനിക്ക് അപ്രൈസൽ കിട്ടില്ലെങ്കിൽ അവർ നല്ല ഡാറ്റ എടുത്ത് കാണിച്ചു തരും. ഇതൊക്കെയാണ് നിന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞ് കാണിച്ചു തരും. നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ അവരവിടെ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ നിങ്ങൾ ലീവ് എടുത്തു കഴിഞ്ഞാൽ ആരും വലിയ രീതിയിൽ ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ടാവില്ല. പക്ഷെ അവിടെ അങ്ങനെയല്ല, എല്ലാവരും പ്രോപ്പർലി നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടാവും. ഓരോന്നും തിരിച്ചടികൾ നേരിട്ടത് പല രൂപത്തിലായിരിക്കും. എനിക്കും കിട്ടിയിട്ടുണ്ട്, എന്റെ ഫ്രണ്ട്സിന് ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ലൈവായി കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. അതും എന്താ പറയാ, ഈ മൈക്രോ മാനേജ്മെന്റ് ഒക്കെ ഫോളോ ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. മൈക്രോ മാനേജ്മെന്റ് മീൻസ് ഒരു സെക്കൻഡിന് പോലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കമ്പനിയാണ്. ഞാൻ മുമ്പ് വർക്ക് ചെയ്ത ഒരു കമ്പനി അങ്ങനെയായിരുന്നു. പഞ്ച് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് ലാഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലും ഏർലി പഞ്ചോ ലേറ്റ് പഞ്ചോ ആവും. ഇപ്പൊ ഞാൻ പഞ്ച് ചെയ്യുന്നത് 5:59, 6 മണി ആയില്ലെങ്കിൽ ഏർലി പഞ്ചായിരിക്കും. ഞാൻ പഞ്ച് ചെയ്യുന്നത് രാവിലെ 9 മണിക്ക് പഞ്ച് ചെയ്യുന്നത് 9:01 ആയാലും ലേറ്റ് പഞ്ചായി. 9:01 ആവണ്ട, 9 മണി കഴിഞ്ഞിട്ട് 9:01 ഒരു ചെറിയ സെക്കൻഡ്, മില്ലി സെക്കൻഡ് ഗ്യാപ്പ് ഇല്ലേ, അത് മതി. അത് ലേറ്റ് പഞ്ചായി. ക്വാർട്ടർ സാലറി കട്ട്. വേറെ ഒരു ഇതുമില്ല, വാണിംഗ് ഒന്നുമില്ല, വെറും കട്ട് ചെയ്യും. അതുപോലുള്ള കമ്പനീസ് ഉണ്ട്, റയർ ആണ്, എന്നാലും അങ്ങനത്തെ കമ്പനീസ് ഉണ്ട്. അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ചെയ്യുന്നത്. അതാ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ കമ്പനിയിൽ ഒരിക്കലും വർക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ടൈമിന്റെ വാല്യൂ, എന്താണ് വർക്കിന്റെ വാല്യൂ ഒക്കെ. അതുപോലെ കമ്പനി കിട്ടിയാൽ നിങ്ങൾ മനസ്സിലാവും.
ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്ത കമ്പനിയിൽ എനിക്ക് ഫുൾ ഫ്രീഡം ആയിരുന്നു. എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ പോവാം, എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം, ഇഷ്ടമുള്ളപ്പോൾ ലീവ് എടുക്കാം. ആരും ചോദിക്കൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല ഫ്രീ ആയിരുന്നു. അതിനുശേഷം ഞാൻ പോയി പെട്ടത് ഈ കമ്പനിയിലായിരുന്നു. മൊത്തം എന്റെ ലൈഫിന്റെ താളം തന്നെ പോയിട്ടുണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷെ അവിടുന്ന് ഒരു 1.5 വർഷം പണിയെടുത്ത് പുറത്തിറങ്ങിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അവിടെ പോയില്ലെങ്കിൽ എന്റെ ലൈഫ് ചിലപ്പോൾ മൊത്തം ഓളായി പോയത്. ഇപ്പോഴും വിചാരിക്കും അവിടെ വർക്ക് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. എന്നെ കൊണ്ട് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷെ അവിടുന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴായിരുന്നു മനസ്സിലായത് അവിടുന്ന് കിട്ടിയത് വേറെ ഒന്നും ഇവിടുന്ന് കിട്ടാത്ത കുറെ ലൈഫ് ലെസൺസ് ആയിരുന്നു. ഞാൻ എപ്പോഴും എല്ലാവരോടും പറയുന്ന കാര്യം അതുപോലെ സ്ഥലത്ത് ഒരിക്കലെങ്കിലും പോയിട്ട് പഠനം, ഒരു മാസമെങ്കിലും പോയി വർക്ക് ചെയ്യും. അപ്പൊ കിട്ടും എങ്ങനെയാണ് അതിന്റെ രസം എന്നുള്ളത്. ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. ഉം. ഒരു സെക്കൻഡ് ലേറ്റ് ആയാലേ ആ സാറ് പുറത്തു പോയി നിൽക്കും. എന്നിട്ട് പേര് നോട്ട് ചെയ്ത് റീസൺ എന്താന്ന് പറഞ്ഞാൽ മാത്രമേ ക്ലാസ്സിന്റെ അകത്ത് കയറ്റൂ, ഇല്ലെങ്കിൽ പോയിക്കോന്ന് പറയും. എന്നെ പഠിപ്പിച്ച ഓൾമോസ്റ്റ് എല്ലാവരും ഒരു 60+, 50+, 70+ ആൾക്കാരെയാണ്. അവരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയാലോ. ഉം. അവര് ഒന്നിനൊരു ഇതുമില്ല. നമ്മളൊരു എക്സാം ഹാളിൽ വന്നിട്ട് ഒരാൾ നമ്മുടെ ബാച്ചിൽ ഏറ്റവും ബ്രില്യൻ്റ് ആണ്, ഇപ്പോൾ വർക്ക് ചെയ്യുന്ന അത്രയും വലിയ കമ്പനിയിലാണ്, ഷൂ ഇടാതെ വന്നു. പറ്റിയതാണ്, സെക്യൂരിറ്റീനെ കബളിപ്പിച്ചിട്ട് കയറിയതാണ്. ഈ ആൾ നോട്ട് ചെയ്തു, ഇറങ്ങി പോയിക്കോന്ന് പറഞ്ഞു. ആൾക്ക് ആ ഒരു ഇയറിൽ എക്സാം എഴുതാൻ പറ്റിയില്ല. ഒന്നിനും ഒരു ഇതുമില്ല. മനുഷ്യത്വം എന്ന് പറഞ്ഞൊരു സാധനം അവിടെ കാണിച്ചിട്ടില്ല അവര്. പ്രൊഫഷണൽസ് പറഞ്ഞ കാര്യം കീപ്പ് ചെയ്യുന്നില്ലെങ്കിൽ പൊക്കോ, ഇവിടെ വേണ്ട. ആ രീതിയിലായിരുന്നു അവരുടെ ബിഹേവിയേഴ്സ്. ഒരു തവണ എനിക്കൊരു പ്രൊജക്ട് ഉണ്ടായിരുന്നു. ഞാൻ ചെയ്തുകൊണ്ട് ലാപ്ടോപ്പിൽ ചെയ്തുകൊണ്ട് ഞാൻ അവിടെ ഉറങ്ങിപ്പോയി. കുറച്ച് കഴിച്ചപ്പോൾ ലാപ്ടോപ്പ് എന്തോ കംപ്ലൈന്റ് ആയി മൊത്തം പോയി. അതായത് ആ സോഫ്റ്റ്വെയർ ക്രാക്കായി ഫുള്ള് കാര്യം പോയി. ജസ്റ്റ് മെസ്സേജ് അയച്ചു, ഒന്നും എന്നോട് പറഞ്ഞില്ല. നാളെ വരുമ്പോൾ കാര്യം ഉണ്ടാവും. ഒന്നുകൂടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തു. ഒരു 5-6 മണിക്കൂർ ചെയ്ത പണിയായിരുന്നു, വീണ്ടും ഇരുന്ന് ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥയിൽ. അതുപോലെ ആൾക്കാരുടെ അണ്ടറിൽ പോയി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും വേറൊന്നും ചെയ്യാൻ പോരാ. പിന്നെ എപ്പോഴും പേടിയായിരിക്കും. പേടിയെന്നല്ല, അത് ഇപ്പോൾ നമ്മൾ മറക്കൂല. എനിക്ക് അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും റെക്കോർഡ് ബുക്ക് എഴുതിയിട്ടുണ്ടാവില്ലേ? ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടോ? ഞാൻ ടെക്നിക്കൽ സ്കൂളായിരുന്നു പഠിച്ചത്. അവിടെ 8ാം ക്ലാസ് തൊട്ട് റെക്കോർഡ് ബുക്ക് എഴുതണം. അതെങ്കിലോ ടെക്നിക്കൽ സ്കൂളിൽ പഠിച്ച ആരെങ്കിലും ഉണ്ടോ? അറിയോ ടെക്നിക്കൽ സ്കൂൾ എന്താണെന്ന് അറിയോ? കേട്ടിട്ടുള്ളൂ ഇതുവരെ. അവിടെ 8ാം ക്ലാസ് തൊട്ട് ടെക്നിക്കൽ നോളജ് ആയിരിക്കും പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ബിടെക് പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ പഠിച്ച ഈ മെഷീൻ ഡ്രോയിങ് കാര്യങ്ങളൊക്കെ ഞാൻ 8ാം ക്ലാസ് തൊട്ടേ പഠിക്കുന്ന കാര്യമില്ല. നിങ്ങൾക്കെല്ലാം മലയാളം നമുക്ക് പഠിക്കാനില്ല, സോഷ്യൽ സയൻസ് ഇല്ല, അങ്ങനെ അത്തരം കാര്യങ്ങളൊന്നും ഇല്ല. ടെക്നിക്കൽ നോളജും പിന്നെ കുറച്ച് സയൻസ് ബേസിക്സ് അത്രയേ ഉള്ളൂ. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരുപാട് 12 സബ്ജക്ട് ഉണ്ട് 10ാം ക്ലാസ്സിൽ. 12 സബ്ജക്ട് പ്ലസ് വർക്ക്ഷോപ്പ് ഉണ്ടാവും. 8 മണിക്കൂറിൽ വർക്ക്ഷോപ്പിന്റെ എക്സാം ഉണ്ട്. അപ്പോൾ ഞാൻ 9ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് റെക്കോർഡ് ബുക്ക് എഴുതുന്ന സമയത്ത് റെക്കോർഡ് ബുക്കിന്റെ ഫ്രണ്ടിൽ റെക്കോർഡ് ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവില്ലേ, ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റിനെ കൊണ്ട് റെക്കോർഡ് എഴുതിയിട്ടുണ്ടാവും. ആ ഓൾമോസ്റ്റ് ആ റെക്കോർഡ് കംപ്ലീറ്റ് ആവാനായതായിരുന്നു, ഒരു കുറച്ച് പേജേ ബാക്കിയുള്ളൂ. ഞാൻ എന്ത് വെച്ചാൽ കുറച്ച് ഭംഗിയാക്കാൻ ആ വൈറ്റിനകത്ത് കുറച്ച് കളേഴ്സ് യൂസ് ചെയ്യും. സബ്മിറ്റ് ചെയ്തു. എന്നെ വിളിച്ചു, പറഞ്ഞു ഇത് ഇവിടെ വെച്ചേക്ക്, പുതിയത് വാങ്ങി എഴുതിക്കോന്ന് പറഞ്ഞു. മുഴുവൻ എഴുതേണ്ട ആവശ്യം വന്നു. വേറെ ഓപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ആൾക്കുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് പേര് എന്നെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ എന്റെ ബിഹേവിയർ ചിലപ്പോൾ അതുപോലെ ഉണ്ടാവും. എനിക്ക് അങ്ങനെ ചിലപ്പോൾ പെരുമാറാൻ പറ്റും. അങ്ങനെ ചെയ്താൽ അതിന്റെ അഡ്വാൻറ്റേജ് എനിക്ക് ലൈഫിൽ ഒരുപാട് സ്ഥലത്ത് യൂസ് ആയിട്ടുണ്ട്. ആ ഡ്രോയിങ്സ് ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല കേട്ടോ. ഇപ്പോഴും എന്റെ മനസ്സിന്റെ അകത്ത് തന്നെയുണ്ട്. അന്ന് ആള് നല്ല രീതിയിൽ പ്രാവിട്ടൊക്കെയാണ് വരച്ചതെങ്കിലും ഇപ്പോഴും എന്റെ മനസ്സിൽ അതുപോലെ സ്റ്റോർഡ് ആവും. ആളാണെങ്കിൽ എപ്പോഴും നന്ദി മാത്രമേ ഉള്ളൂ. ബിടെക് ഒക്കെ പഠിക്കുന്ന സമയത്ത് ആ സബ്ജക്ട് എടുക്കുന്ന സമയത്ത് എനിക്ക് ക്ലാസ് കയറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എനിക്ക് അതൊക്കെ ബൈഹാർട്ടായി. ആ ചെറിയ പ്രായത്തിൽ എന്ത് ചെയ്തു, എത്രയോ തവണ വരച്ചു. പിന്നെ കാര്യം സിമ്പിൾ ആയിരുന്നു. എനിക്ക് ബിടെക്കിന് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയ സബ്ജക്ട് അത് തന്നെയാണ്. ഞാൻ ക്ലാസ്സിൽ പോലും പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാത്ത ആളാണ്. എൻ്റെ അറ്റൻഡൻസ് എനിക്ക് വളരെ കുറവാണ്. ആ ഒരു ധൈര്യം ഉള്ളത് കൊണ്ട് ഞാൻ ചെയ്യാതിരുന്നത്. കിട്ടുമെന്ന് വെച്ചാൽ അതാ പറഞ്ഞത്. ചില സമയത്ത് കിട്ടുന്ന പണി ചിലപ്പോൾ വലുതായിരിക്കും, അത് പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അഡ്വാൻറ്റേജ് പിന്നെയായിരിക്കും നമുക്ക് മനസ്സിലാവാൻ പോകുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ ഇങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഫേസ് ചെയ്തിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ഉണ്ടോ? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ അങ്ങനത്തെ ഇഷ്യൂ? ഒരാൾ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഒരാരെങ്കിലും ഉണ്ടോ? ഇതുപോലുള്ള ടോക്സിക് മാനേജേഴ്സോ ആരെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടോ? ആള് വർക്ക് ചെയ്തുകൊണ്ട് ആൾക്കുണ്ടാവും. ഇപ്പൊ നിങ്ങൾ ഇതിലോട്ടാണ് ഇറങ്ങാൻ പോകുന്നത്, അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടാൻ പോകും. നല്ല രസമായിരിക്കും. അത് കിട്ടാൻ വേണ്ടി മാക്സിമം പ്രാർത്ഥിക്കുക കേട്ടോ. കിട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും അതൊന്നും മറക്കില്ല. അടിപൊളി ലൈഫായിരിക്കും. സീരിയസ്ലി പറയുന്നതാണ്.
സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് മോശം പോലെയൊക്കെ ഫീൽ ചെയ്യും, എന്താണ് ഇങ്ങനെ, കുറച്ച് കഴിയുമ്പോൾ ശീലമായി മാറിക്കോളും. മനസ്സിലായി? ഓക്കെ. അപ്പൊ എല്ലാവർക്കും മെർജ് കൊറീസിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയോ? ഓൺലൈൻ എല്ലാവരും ക്ലിയർ ആണോ? യെസ് സർ. ഓക്കെ. അപ്പൊ ഇതിന്റെ ബാക്കിയുള്ള കുറച്ചധികം സിനാരിയോസ് വെച്ചിട്ട് ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കോട്ടോ. ഇതുപോലെ പോയിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെക്കരുത്. കുറച്ചുകൂടെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഡാറ്റ സെറ്റ് നിങ്ങൾക്ക് തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എന്നിട്ട് മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, മാച്ചിങ് കോളം സെയിം ആയിട്ട് കാര്യമില്ല, അതിന്റെ ഡാറ്റ ടൈപ്പ് എന്തായിരിക്കണം, എക്സാക്ട്ലി സെയിം ആയിരിക്കണം. ഇവിടെ ഇപ്പോൾ ഡേറ്റ് ആണെങ്കിൽ ഇപ്പുറത്ത് പോകുമ്പോൾ എന്താണ്, അതിന്റെ ഡാറ്റ ടൈപ്പ് എക്സാക്ട്ലി ഡേറ്റ് ആയിരിക്കണം. ഇത് ടെക്സ്റ്റ് ആണെങ്കിൽ ഇപ്പുറത്ത് പോകുമ്പോഴും അതിന്റെ ഡാറ്റ ടൈപ്പ് എന്തായിരിക്കണം, ടെക്സ്റ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഔട്ട്പുട്ട് ഡെവലപ്പ് ആവില്ല. ഓക്കെ. ഇനി അടുത്തൊരു ചെറിയൊരു കൺസെപ്റ്റ് പറഞ്ഞാൽ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും നേരത്തെ ക്ലിക്ക് ചെയ്യാൻ പോയ ഒരു ഓപ്ഷൻ ഉണ്ടാവും, എന്താണ്, ഫസ്സി ജോയിൻ. എന്തായിരിക്കും ഫസ്സി ജോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫസ്സി സിമിലാരിറ്റീനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന കൺസെപ്റ്റ് ആണ് ഫസ്സി. എക്സാക്ട് അല്ല, സിമിലാരിറ്റി. ഇപ്പം പഴയ ഒരു ഡാറ്റയ്ക്ക് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ അവിടെ ഐ ഡി ഉണ്ടാവില്ല, പേരുണ്ടാവും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഒരു ഡാറ്റയിൽ ലൂമിനാർന്ന് ഈ രീതിയിലുണ്ട്, അത് റിലേറ്റ് ചെയ്യുന്ന മറ്റൊരു ടേബിളിൽ ലൂമിനാർന്ന് മുഴുവൻ ക്യാപ്സിലുണ്ട്. ഇത് നമുക്ക് നോർമൽ ജോയിൻ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യാം, സിമിലാരിറ്റീനെ ബേസ് നമുക്ക് വേണമെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യാം, ഇതിന്റെ എത്രത്തോളം സിമിലർ ആയിരിക്കണം ഇത് നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആ ഒരു ത്രഷോൾഡ് വാല്യൂ സെറ്റ് ചെയ്യാം. 80% സിമിലർ ആവണോ, 50% സിമിലർ ആവണോ, 30% സിമിലർ ആവണോ. അപ്പോൾ സിമിലാരിറ്റിനെ ബേസ് ചെയ്ത് ചെക്ക് ചെയ്യാനാണ് ആര് യൂസ് ചെയ്യുക, ഫസ്സി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതൊരിക്കലും പോയിട്ട് നോർമൽ ജോയിൻ ചെയ്യുമ്പോൾ ടിക്ക് ചെയ്ത് വെക്കരുത്. ഓട്ടോമാറ്റിക്കലി സിമിലാരിറ്റി വർക്കാവും. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ഇൻഫോർമേഷൻ ചിലപ്പോൾ എന്ത് ചെയ്യും, അതിന്റെ കൂടെ എക്സ്ട്രാ കയറി വരും. ഒരു വലിയ ഡാറ്റയ്ക്ക് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മാത്രം ഫിൽട്ടർ ചെയ്ത് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല. ഒരിക്കലും റിയൽ ഡാറ്റയിൽ പോകുമ്പോൾ ഇതുപോലെ 2, 5, 6 റോസ് ഒന്നും ആയിരിക്കും ഉണ്ടാവുക. 1000 അല്ലെങ്കിൽ മില്യൺസ് ഓഫ് റോസ് ഉണ്ടാവും. അപ്പൊ അതിലെന്തെങ്കിലും ഇഷ്യൂ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ അത് അനാവശ്യമായിട്ടുള്ള ഓപ്ഷനൊക്കെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇഷ്യൂ നിങ്ങൾക്ക് ഒരിക്കലും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഒരിക്കലും ആ ഒരു ഓപ്ഷൻ പോയിട്ട് വെറുതെ ടിക്ക് ചെയ്ത് വെക്കരുത് കേട്ടോ. ഓക്കെ ബട്ടൺ എനേബിൾ ആവുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഫസ്റ്റ് പോയി ടിക്ക് ചെയ്യുന്ന ഓപ്ഷൻ അതാവും. അങ്ങനെയാണല്ലോ അല്ലേ പണ്ട്. ഒന്ന് കിട്ടുന്നില്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു മിസ്സിംഗ് ഉണ്ടെങ്കിൽ അപ്പോൾ അത് പോയി ടിക്ക് ചെയ്യും. ഒരിക്കലും പോയിട്ട് ഫസ്റ്റ് ടിക്ക് ചെയ്ത് വെക്കരുത്. ഓരോ സ്റ്റെപ്പും നോക്കി എവിടെയാണ് ഇഷ്യൂ വന്നിരിക്കുന്നത് ഫോക്കസ് ചെയ്തിട്ട് മാത്രം ക്ലിക്ക് ചെയ്ത് വെക്കുക. ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ. അപ്പൊ നാളെ വരുമ്പോഴേക്കും നിങ്ങൾ നോക്കിയിട്ട് വരുന്ന ഒരു കാര്യം പറയാം. നമ്മളിപ്പം മെർജ് കൊറീസ് പഠിച്ചു. ഇനി ഇതുപോലെ അടുത്തൊരു കമ്പൈൻ ടെക്നിക്ക് കൂടിയുണ്ട്. എന്താണ്? അപ്പൻഡ് കൊറീസ്. എന്താണ് അപ്പൻഡ് കൊറീസ് ചെക്ക് ചെയ്യുക. അപ്പൻഡ് കൊറീസ് യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്ന് കൂടെ ചെക്ക് ചെയ്യുക. ജസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ മാത്രം പഠിച്ചാൽ പോരാ. ഇംപ്ലിമെന്റേഷൻ പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. എപ്പോഴൊക്കെ ആയിരിക്കും അപ്പൻ കൊറീസ് ചെയ്യുക, അല്ലെങ്കിൽ എന്തിനാണ് അപ്പൻ കൊറീസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ചെയ്യേണ്ട സിറ്റുവേഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ മെയിൻ ആയിട്ട് നാളെ വരുമ്പോൾ ചെക്ക് ചെയ്തിട്ട് വരും. പിന്നെ ഇവ തമ്മിലുള്ള ഡിഫറൻസും, മെർജ് കൊറീസും അപ്പൻ കൊറീസ് തമ്മിലുള്ള ഡിഫറൻസും, ഇത്രയും കാര്യങ്ങൾ നാളെ വരുമ്പോഴേക്കും ചെക്ക് ചെയ്യുക. അപ്പൊ ഇന്ന് ചെയ്ത ഈ കാര്യങ്ങൾ സേവ് ചെയ്ത് വെക്കേണ്ടി വരും. എങ്ങനെ സേവ് ചെയ്യാം? ഇവിടെ വന്നിട്ട് ക്ലോസ് ആൻഡ് അപ്ലൈ ക്ലിക്ക് ചെയ്യാം. അപ്പൊ എന്താവും, നമ്മൾ ചെയ്ത കാര്യങ്ങൾ മുഴുവനും പവർ ബി ഐയിലോട്ട് ലോഡായിട്ട് വരും. ഇതുപോലെ ഇഷ്യൂ വരാനുള്ള ചാൻസ് ഉണ്ട്. അത് ഞാൻ ഇവിടെ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചുകൊണ്ടാണ്, വേറൊന്നുമല്ല. ക്ലോസ് ചെയ്യുക, അപ്ലൈ ചേഞ്ചസ്. എന്റെ സിസ്റ്റത്തിൽ എക്സൽ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ആവില്ല പവർ ബി ഐ. അതിന്റെ ഇഷ്യൂ ആണ് കേട്ടോ. പ്രോപ്പറായിട്ട് ലോഡായി. ആർക്കെങ്കിലും ലോഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഇൻഫോം ചെയ്യുക കേട്ടോ. ഓക്കെ. ഓൺലൈൻ അറ്റൻഡൻസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ലീവ്സ് ലീവ് ചെയ്തോളൂ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ചോദിച്ചോളൂ. ബാക്കി എന്ത് ചെയ്യും, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യും. ശരി.